നമുക്ക് വചനത്തിലേക്ക് തിരിഞ്ഞതിന് മുമ്പായിട്ട് വചനമായ കർത്താവിന്റെ മുമ്പാകെ കണ്ണുകളടച്ച് കർത്താവിലേക്ക് നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, അവിടുത്തെ സന്നിധിയിലേക്ക് വരുവാൻ ഞങ്ങൾ എത്ര അയോഗ്യരാണ്. പാപികളും ദോഷികളായിട്ടുള്ള ഞങ്ങളെ കരുണ തോന്നി മനസ്സലിഞ്ഞ് ജീവിക്കുക, സമൃദ്ധമായി ജീവിക്കുക എന്ന് കൽപ്പിച്ച കർത്താവേ, നല്ല ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ തരുന്നു. ആ ജീവന്, സമൃദ്ധമായ ജീവന് ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ പോറ്റി പുലർത്തിക്കൊണ്ടിരിക്കുന്ന അവിടുത്തെ മഹാകൃപയ്ക്കായിട്ട് ഞങ്ങളെ സ്തുതിക്കുന്നു. അവിടുത്തെ മുമ്പാകെ ഞങ്ങളെ സാഷ്ടാംഗം വീഴുന്നു. അവിടുത്തെ രക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരും കഴുകിയാട്ടെ. സ്നേഹത്തെ ഞങ്ങളെ ഇളവില്ലാതെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് ശ്രദ്ധ വെച്ച് കേൾക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. കർത്താവേ, ഞങ്ങൾ അങ്ങയോട് തന്നെ ചേർന്നിരുന്ന് അങ്ങനെയുള്ള ആ ഒരു അതിസ്നേഹത്തിൽ കർത്താവേ, അങ്ങയെ കേൾക്കാനുള്ള വലിയൊരു ആകാംക്ഷയോടെ, ദാഹത്തോടെ, ജിജ്ഞാസയോടെ ആയിരിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ. അങ്ങനെ ഞങ്ങളോട് സംസാരിച്ചാട്ടെ. അങ്ങനെ തന്നെ ഞങ്ങൾക്ക് കാണണം, അങ്ങോട്ട് ചേരണം, അവിടുത്തെ ശബ്ദം കേൾക്കണം. എല്ലാ യേശു കർത്താവിൻ്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ ആമീനാണ്. ആമീൻ. നമ്മളിപ്പം വെളിപാട് പുസ്തകം 22 അധ്യായത്തിൻ്റെ 12 വാക്യം വരെ എത്തി. വെളിപാട് പുസ്തകം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. അന്ത്യകാലത്ത് നമ്മൾ ജീവിക്കുന്നേ. നീ ഇപ്പോൾ ഒരു ഏകലോക ഭരണാധികാരി, ഇന്നല്ലെങ്കിൽ നാളെ എന്ന വണ്ണം ഏറ്റവും അടുത്ത് വെളിപ്പെടാൻ സമയമായി. അതിൻ്റെ സൂചനകളാണ് യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഒക്കെയുള്ള ഈ ഒരു സമയത്ത് സമാധാനത്തിൻ്റെ ഓർമ്മപ്പെട്ടത്. സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവെന്ന് നമുക്ക് പെട്ടെന്ന് വരുന്നത്. സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവെന്ന വണ്ണം മിമിക്രി ചെയ്തുകൊണ്ട്, അതിനെയൊക്കെ ഒന്ന് മിമിക്രി കാണിച്ചുകൊണ്ട് ഒരു വ്യാജ രാഷ്ട്രീയ സമാധാനത്തിൻ്റെ വാഗ്ദാനവുമായി ഇത് ക്രിസ്തു കടന്നു വരികയായി എത്രയും വേഗം. അപ്പോൾ അങ്ങനെ രാഷ്ട്രത്തലവന്മാരെല്ലാം പുള്ളിക്ക് അധികാരം കൈമാറി. അങ്ങനെ എതിർ ക്രിസ്തുവിൻ്റെ ഭരണം ആദ്യത്തെ 3.5 വർഷക്കാലം അപ്പാരൻ്റ്ലി പ്രകടമാവണ്ണം ഒരു സമാധാനമൊക്കെ കാണും. എന്നാൽ പിന്നെ ആ 3.5 വർഷക്കാലം കഴിയുമ്പം യഹൂദന്മാരോട് ഉണ്ടാക്കിയ ട്രീറ്റി ഒക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട്, ഉടമ്പടിയൊക്കെ ലംഘിച്ചുകൊണ്ട്, ദാനിയേലിൻ്റെ പുസ്തകം 9 അധ്യായത്തിൻ്റെ അവസാനമൊക്കെ നമ്മളത് വായിക്കുന്നുണ്ട്. 27 വാക്യങ്ങളൊക്കെ ആ ഒരു ട്രീറ്റി, കവനന്റ്, യഹൂദന്മാരോടുള്ള ആ ഒരു ട്രീറ്റിയൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഈ ഇത് ക്രിസ്തു പിന്നീട് ഇസ്രയേലിനെ ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും ഇസ്രയേലിനെ ദൈവം കൊണ്ടുപോയി പരിപോഷിപ്പിക്കുന്നതായിട്ടുള്ള രംഗമൊക്കെ നമ്മൾ വെളിപാട് 12 അധ്യായത്തിൻ്റെ അവസാനമൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇസ്രയേലിനെ കിട്ടാഞ്ഞപ്പം പിന്നെ ഇസ്രയേലിൻ്റെ ബാക്കി ശേഷിപ്പായിട്ടുള്ള സന്തതികളായിട്ടുള്ള സഭയെ മഹോപദ്രവത്തിലൂടെ കടത്തിവിടുന്ന ഒരു രംഗമൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അങ്ങനെ സഭയൊക്കെ മഹോപദ്രവത്തിലൂടെയൊക്കെ ഗ്രേറ്റ് ട്രിബുലേഷനിലൂടെയൊക്കെ കടന്നുപോയി. പിന്നെ ഒരു 3.5 വർഷക്കാലത്തെ ആ ഒരു ഗ്രേറ്റ് ട്രിബുലേഷൻ, മഹോപദ്രവം ഒക്കെ കടന്നുപോയിട്ട് ഇത് ക്രിസ്തുവിൻ്റെ ഒരു 7 വർഷക്കാലം ഭരണം തികയ്ക്കുന്ന വേളയിൽ യേശു ക്രിസ്തു മേഘാരൂഢനായിട്ടെന്ന് പറഞ്ഞാൽ എന്താ? മേഘത്തിൽ ആരൂഢനായിട്ട്, മേഘങ്ങളിലെ കർത്താവ് മേഘങ്ങളെ വാഹനമാക്കി കർത്താവ് രണ്ടാമത് വരും. രണ്ടാമത് നമ്മെ ചേർപ്പാനായിട്ട് വരും. കർത്താവ് ഒലിവുമലയിലെ കാല് ചവിട്ടുന്ന രംഗമൊക്കെ നമ്മൾ സെഖര്യാവ് ഏതധ്യായത്തിലാണ് കണ്ടേ? 14 അധ്യായത്തിൽ നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ അവിടെ അർമ്മഗദോൻ യുദ്ധം, അവസാനത്തെ ആ യുദ്ധത്തിൻ്റെ കാര്യമൊക്കെ നമ്മൾ വായിച്ചു. ക്രിസ്തു അവൻ്റെ സൈന്യത്തിനെതിരായിട്ടുള്ള കർത്താവിൻ്റെ യുദ്ധം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ഒത്തിരി പടവെട്ടി യുദ്ധം ചെയ്യിക്കേണ്ട കാര്യമൊന്നുമില്ല. കർത്താവിൻ്റെ വചനമാകുന്ന വാളുകൊണ്ട്, വായിൽ നിന്ന് വരുന്ന വചനമാകുന്ന നാവാകുന്ന വാളുകൊണ്ട് അവരെല്ലാം നാമാവശേഷമാക്കി അവിടെ എല്ലാവരും രക്തപ്പുഴ ഒഴുകുന്ന രംഗമൊക്കെ നമ്മൾ വെളിപാട് പുസ്തകം 14 അവസാനമൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അവിടെ ഒരു രക്തപ്പുഴ ഒക്കെ ഒഴുകുന്ന ഒരു രംഗമൊക്കെ നമ്മൾ അവിടെ വെളിപാട് 14 20 നമ്മൾ കണ്ടായിരുന്നു. അതിനുശേഷം കർത്താവ് രാജ്യത്വം പ്രാപിക്കുകയാണെന്ന് പറഞ്ഞാൽ 1000 വർഷക്കാലം ഭരണം കർത്താവ് ഈ ഭൂമിയിൽ തന്നെ തുടങ്ങുക. 1000 വർഷക്കാലം ഭരണത്തിന്റെ തുടക്കത്തിൽ കർത്താവ് തൻ്റെ മക്കൾക്ക് കർത്താവ് എന്ത് നൽകുന്നു? പ്രതിഫലം നൽകുന്നു. ആ പ്രതിഫലത്തെക്കുറിച്ചാണ് നമ്മൾ എവിടെ ഇപ്പം വായിച്ച് നിർത്തിയത്? വെളിപാട് 22:12 നമ്മളത് വായിച്ചായിരുന്നു. ബിഹോൾഡ് ഐ ആം കമ്മിങ് ക്വിക്ക്ലി. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുക്കുവാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. അപ്പം കർത്താവ് ദൈവമക്കൾക്ക് പ്രതിഫലം കൊടുക്കുന്നു. 1000 വർഷക്കാലം ഭരണത്തിൽ ആരെ പിടിച്ച് കൂട്ടിലിടുന്നേ? സാത്താനെ പിടിച്ച് അഗാധത്തിലിടുന്ന കാര്യമൊക്കെ നമ്മൾ, അഗാധം അല്ലെങ്കിൽ ബോട്ടംലെസ് പിറ്റ്, വലിയൊരു ആഴത്തിലുള്ള
ഒരു ബോട്ടം ഇല്ലാത്ത പിറ്റെന്ന് പറഞ്ഞാൽ അതുപോലെ ആഴക്കയത്തിലേക്ക് അവനെ ഇടുന്ന ഒരു രംഗമൊക്കെ നമ്മൾ വെളിപാട് 20-ാം അധ്യായത്തിന്റെ ആദ്യ വചനങ്ങളിലൊക്കെ നമ്മൾ കണ്ടായിരുന്നു. 1000 വർഷക്കാലം ഭരണം കഴിയുമ്പോഴത്തേക്കും സാത്താനെ തുറന്നു വിടുമ്പോൾ സാത്താൻ വീണ്ടും അന്നത്തെ ജനങ്ങളെ വഞ്ചിക്കാനായിട്ട് വഞ്ചിക്കുകയും അവർ ദൈവത്തിനെതിരെ തിരിയുമ്പോൾ ദൈവം അവരെ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി ദഹിപ്പിക്കുന്നതും പിന്നെ ആ പിശാചിനെയും കൂടെ അഗ്നിപ്പൊയ്കയിലേക്ക് തീപ്പൊയ്കയിലേക്ക് ഇടുന്ന ഒരു കാര്യം നമ്മൾ കണ്ടു. തീപ്പൊയ്കയിലേക്ക് 1000 വർഷക്കാലം ഓൾറെഡി എരിഞ്ഞു പൊന്തുന്ന ആരുണ്ടായിരുന്നു? രണ്ട് കൂട്ടുകാരന്മാരുണ്ടായിരുന്നു പിശാചിന്റെ. ആരൊക്കെയാ? ഇത് ക്രിസ്തു, കള്ളപ്രവാചകനും, ഫോൾസ് പ്രോഫിറ്റ് ആൻഡ് ആന്റി ക്രൈസ്റ്റ്. അപ്പൊ അവരുടെ എല്ലാം ഒത്ത നടുവിലേക്ക് ബ്ലും എന്നും പറഞ്ഞ് ആര് വന്ന് വീണു? സാത്താന് വന്ന് വീണു. അങ്ങനെ അതിനുശേഷം പിന്നെ ജീവന്റെ പുസ്തകത്തിൽ പേര് എഴുതി കാണാത്ത എല്ലാവരെയും അവിടെ അവിശ്വാസികളുടെ ന്യായവിധി, ഗ്രേറ്റ് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റിനെ കുറിച്ചൊക്കെ, വലിയൊരു വെള്ളസിംഹാസനത്തിന്മേൽ കർത്താവ് ഇരുന്നുകൊണ്ടുള്ള ഒരു അവിശ്വാസികളുടെ ന്യായവിധിയൊക്കെ നമ്മൾ വെളിപാട് 20-11 മുതലുള്ള വാക്യങ്ങൾ, അങ്ങനെ വാക്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾ തന്നെ ബൈബിളിൽ നോക്കുമ്പോൾ കാണാൻ നിൽക്കും ആ 11 മുതലുള്ള വാക്യങ്ങൾ. ഈ അങ്കിള് പറയുന്നത് അല്ലെങ്കിൽ ബ്രദർ പറയുന്നത് ശരിയാണോ എന്ന് ആരെപ്പോലെ നോക്കണം. ആരങ്ങനെ നോക്കി? ബെറോവക്കാര്, ബെറിയൻസ്. എവിടെ അത് പറയുന്നേ? അപ്പോസ്തല പ്രവൃത്തികൾ 17-ന്റെ 10-11 വാക്യങ്ങളിലാണ് പറഞ്ഞത്. Acts 17:10-11 പറഞ്ഞു ബെറിയൻസ് they were more noble minded than those who were in Thessalonica. തെസ്സലോണിക്കയിലുള്ളവരെക്കാട്ടിൽ അവര് കൂടുതൽ നോബിൾ മൈൻഡഡ് ആയിരുന്നു. നോബിൾ മൈൻഡഡിന് മലയാളത്തിൽ എങ്ങനെ എഴുതിയേക്കുന്നത് ഞാനൊന്ന് നോക്കിക്കോട്ടെ. അപ്പോസ്തലർ 17-ന്റെ 10-ാമത്തെ വാക്യത്തിൽ അവരെ കുറിച്ചൊന്ന് പറഞ്ഞിട്ട് ദൈവ മോൻ നോബിൾ മൈൻഡ്. 11-ാമത്തെ വാക്യത്തിൽ ഉത്തമന്മാരായിരുന്നു അവർ, തെസ്സലോണിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു അവർ, വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടത് മാത്രമല്ല അത് അങ്ങനെ തന്നെയോ. അവർ പൂർണ്ണ ജാഗ്രതയോടെ പൗലോസ് പറയുന്നതിന്റെ പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടു, മാത്രമല്ല ഇത് അങ്ങനെ തന്നെ ആണോ എന്ന് പൗലോസ് പറഞ്ഞു. അതുകൊണ്ട് അങ്ങനെ തന്നെ ആയിരിക്കും. എങ്ങനെ അങ്ങ് ടേക്ക് ഫോർ ഗ്രാൻഡഡ് ആയിട്ട്, ടേക്ക് ഫോർ ഗ്രാൻഡഡ് എന്ന് പറഞ്ഞാൽ എന്താ? ചില കാര്യങ്ങൾ നമ്മളങ്ങ് അങ്ങ് തൊടാതെ വിഴുങ്ങുന്നൊക്കെ പറയുന്നവണൊക്കെ അങ്ങനെ അങ്ങ് അവരെടുത്തില്ല. മറിച്ച് എന്ത് ചെയ്തു? അവരും അത് അങ്ങനെ തന്നെയോ ഇന്ന് ദിനംപ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചു പോകുന്നു. ആ ഒരു കാര്യമാണ് നമ്മളുടെ ബൈബിൾ സ്റ്റഡീസിലും വചന പഠനത്തിലും എല്ലാം നമ്മൾ ഞായറാഴ്ച ആയാലും ബുധനാഴ്ചത്തെ മീറ്റിങ്ങിലായാലും പിന്നീട് നമ്മളുടെ പേഴ്സണൽ ബൈബിൾ സ്റ്റഡീസിലും എല്ലാം വചനം സൗകര്യങ്ങളിൽ നമ്മൾ കേൾക്കുന്നു. അതൊക്കെ അങ്ങനെ തന്നെയോ, അത് അങ്ങനെ തന്നെയാണോ എഴുതിയിരിക്കുന്നത്, എവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത്, എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ, അതൊക്കെ എന്തിനു വേണ്ടി നമ്മളിതെല്ലാം ചെയ്യുന്നേ? ഇവിടെ എല്ലാം ഒരു ഒരുക്കപ്പെടൽ നടക്കുവാണ്, ഒരു ബ്യൂട്ടിഫിക്കേഷൻ നടക്കുവാണ്. ദ ബ്യൂട്ടിഫിക്കേഷൻ ഓഫ് ദ ബ്രൈഡ്. ഈ വചനം, ഞാൻ സംസാരിക്കുന്ന വചനങ്ങളാൽ നിങ്ങൾ ശുദ്ധിയുള്ളവരായി തീർന്നു എന്നവിടെ പറയുന്നത്. യു ആർ ക്ലീൻ ബിക്കോസ് ഓഫ് ദ വേർഡ് ദാറ്റ് ഐ ഹാവ് സ്പോക്കൺ ടു യു. ജോൺ 15:3. യോഹന്നാൻ 15:3 മുന്തിരിവള്ളിയുടെയും കൊമ്പുകളുടെയും ഉദാഹരണം പറയുന്ന രംഗത്തിൽ കർത്താവ് അവിടെ പറയുന്നുണ്ട്. അപ്പം ഈ വചനം ദൈവത്തിന്റെ അഭിഷേകത്തോടുള്ള, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തോടുള്ള വചനം നമ്മൾ കേൾക്കുകയും ഗ്രഹിക്കുകയും അതിന് കീഴടങ്ങി കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു കഴുകൽ ഉണ്ടാവുകയോ ചെയ്യുന്നത്. വചനമാകുന്ന ജലസ്നാനത്താൽ എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ വായിക്കുന്നത്. വചനമാകുന്ന ജലസ്നാനം എന്ന് പറയുമ്പോൾ അവിടെ വാട്ടർ ബാപ്റ്റിസം കുറിച്ചല്ല അവിടെ പറയുന്നത്. വചനമാകുന്ന ജലം കൊണ്ടുള്ള ഒരു കഴുകൽ, വാഷിംഗ് ഓഫ് വാട്ടർ ബൈ ദ വേർഡ് ഓഫ് ഗോഡ് എന്നാണ് എഫേസ്യർ 5:26 നമ്മൾ വായിക്കുന്നത്. അവിടെ കാന്തയെ ഒരുക്കുന്നതിനെ കുറിച്ചുള്ള കാര്യം പറയുന്നത്. കറയും ചുളുക്കും ഒക്കെ മാറ്റാൻ, ഇപ്പൊ ഈ ബ്യൂട്ടി പാർലറിലൊക്കെ അവർ ഫേഷ്യലോ ഏതാണ്ടൊക്കെ ചെയ്ത് കറയും ചുളുക്കും ഒക്കെ മാറ്റുമെന്ന് അവർ ക്ലെയിം ചെയ്യുന്നത്. എത്ര മാറ്റം എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. ബ്യൂട്ടി പാർലറിൽ അവർ കോസ്മെറ്റോളജിസ്റ്റുകളും പ്ലാസ്റ്റിക് സർജൻസും ഒക്കെ. എന്ന് ഇവിടെ പരിശുദ്ധാത്മാവ് ഫ്രീ ആയിട്ട് നമ്മളുടെ അകത്തെ മനുഷ്യനിലുള്ള ഒരു കറ എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ കറ, ചുളുക്കം എന്ന് പറയുന്നത് എന്താ? പ്രായമായിട്ടുള്ളവർക്ക് മുഖമൊക്കെ ചുളുങ്ങി വരുന്നത് അല്ലേ? അപ്പം പ്രായത്തെ സൂചിപ്പിക്കുന്ന ചുളുക്കം. അപ്പൊ ആ ഒരു പഴക്കവും പാപക്കറയും ഒക്കെ നമ്മളെ കഴുകി ശുദ്ധമാക്കുന്ന ദൈവത്തിന്റെ വചനം നമ്മളത് കർത്താവിൽ നിന്നായിട്ട് തന്നെ, ബാക്കി സഹോദരങ്ങളെ നമ്മൾ കേൾക്കുമ്പോഴും കർത്താവിൽ നിന്നായിട്ട് തന്നെ നമ്മളത് പ്രാപിക്കുമ്പോൾ അത് നമുക്കതൊരു കഴുകലായിട്ട് തീരുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ എന്താ പറഞ്ഞു വന്നേ? കർത്താവ് 1000 വർഷക്കാലം ഭരണം, അതിനുശേഷം ഈ അവിശ്വാസികളുടെ ന്യായവിധിയെക്കുറിച്ച് നമ്മൾ കണ്ടു. പിന്നെ എല്ലാം കത്തിച്ചാമ്പലാവുന്നു. എന്താ? ഇപ്പം കാണുന്ന ആകാശവും ഭൂമിയും, ഇപ്പം കാണുന്ന ഈ പ്രപഞ്ചവും ഭൂമിയും, ഈ പ്രപഞ്ചവും, ഈ വിസിബിൾ യൂണിവേഴ്സ് ആണ് ഹെവൻസ്, 1-ാം സ്വർഗം എന്ന് പറയുന്നത്. അപ്പം ഈ ഭൂമി ഉൾപ്പെടുന്ന ഈ 1-ാം സ്വർഗം ആകുന്ന ഈ വിസിബിൾ യൂണിവേഴ്സ് എല്ലാം മാറി
ഒരു പുതു ആകാശവും പുതുഭൂമിയും വരുന്നു. അവിടെ കുഞ്ഞാടിന്റെ കല്യാണത്തെക്കുറിച്ച് നമ്മൾ വെളിപാട് 21 വായിക്കുന്നു. കാന്തയുടെ വേർപാട് ആകുന്ന ഒരു മതിലിനെ കുറിച്ചൊക്കെ നമ്മൾ കണ്ടു. പുത്തൻ യെരൂശലേമിന്റെ വലിയ വിസ്താരമുള്ള മതിലിനെ കുറിച്ചൊക്കെ നമ്മൾ കണ്ടു. ഇല്ലേ? അതായത് ആ എന്താ 17-ാമത്തെ വാക്യം 21 വെളിപാട് 21:17 ഹി മെഷേർഡ് ഇറ്റ്സ് വാൾ 72 yards എന്നൊക്കെ പറഞ്ഞ് നമ്മളവിടെ വായിക്കുന്നുണ്ട്. അവിടെ 72 yards എന്ന് പറയുമ്പോൾ 17-ാമത്തെ വാക്യത്തിൽ അളവിന് 144 മുഴം 144 മുഴം അല്ലെങ്കിൽ 72 യാർഡുകൾ എന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട്. ഒരു മുഴം എന്ന് പറയുന്നത് 1/2 ക്യൂബിറ്റ് ആണ്. അല്ല, ഒരു ഫീറ്റ് 1/2 ക്യൂബിറ്റ്. അപ്പം അങ്ങനെ 72 യാർഡ് എന്ന് പറയുമ്പോൾ 144 മുഴം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം. അപ്പം അങ്ങനെ ഒരു വലിയൊരു വേർപാട്, അതായത് ലോകത്തിൽ നിന്നുള്ളൊരു വലിയ വേർപാടിന്റെ കാര്യമൊക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. പിന്നെ ആ ഒരു കാന്തയാകുന്ന കുഞ്ഞാടിന്റെ ആ ഒരു വലിയ വിലയേറിയ രത്നങ്ങളോട് സമമായിട്ടുള്ള ആ ഒരു ശോഭ എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവിന്റെ ദിവ്യ സ്വഭാവത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ. അത് എന്താ, ഭൂമിയുടെ അഗാധത്തിലാണ് ഈ പ്രഷ്യസ് സ്റ്റോൺസ് ഒക്കെ ഉരുവാകുന്നത് എന്ന് പറഞ്ഞാൽ വിലയേറിയ കല്ലുകളൊക്കെ എവിടെ ഉരുവാകുന്നത്? ഭൂമിയുടെ ഉപരിതലത്തിലാണോ, സർഫസിലാണോ? അല്ല, ഭൂമിയുടെ ഏറ്റവും ഉള്ളത്തിൽ, ഭൂമിയുടെ ഏറ്റവും അടിയിലാണ് ഈ പ്രഷ്യസ് സ്റ്റോൺസ് ഒക്കെ ഉരുവാകുന്നത്. അത് ഭയങ്കര ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചറിലായിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിലും വല്ലാത്ത സമ്മർദ്ദത്തിലൂടെ, വല്ലാത്ത പ്രതിസന്ധികളിലും പ്രയാസത്തിലൂടെയൊക്കെ, നമുക്ക് ഇഷ്ടമില്ലാത്ത ചില സാഹചര്യങ്ങളിലൂടെയൊക്കെ ദൈവം, ചില രോഗാവസ്ഥകളിലൂടെ ആയിരിക്കാം, ചില തെറ്റിദ്ധാരണകളിലൂടെ ആയിരിക്കാം, ചില ചില പ്രയാസങ്ങൾ, ചില ഞെരുക്കങ്ങളിലൂടെയൊക്കെ ദൈവം നമ്മളെ കടത്തിവിടുമ്പോൾ, ചില പ്രയാസമുള്ള ചില വ്യക്തികൾ നമ്മളെ പ്രയാസപ്പെടുത്തുന്നതിലൂടെയൊക്കെ, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളിലൂടെയൊക്കെ ദൈവം നമ്മളെ കടത്തിവിടുമ്പോൾ, അവിടെ ദൈവത്തിന്റെ ബലമുള്ള കരത്തിന്റെ കീഴിൽ നമ്മൾ താണിരിക്കുമ്പോൾ കർത്താവ് നമ്മളെ ഉയർത്തും തക്ക സമയത്തെന്ന് 1 പത്രോസ് 5:6 നമ്മൾ വായിക്കുന്നുണ്ട്. ഹംബിൾ യുവർസെൽഫ് അണ്ടർ ദ മൈറ്റി ഹാൻഡ് ഓഫ് ഗോഡ് ആൻഡ് ഹി വിൽ എക്സോൾട്ട് യു ഇൻ ഡ്യൂ ടൈം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളവിടെ നമ്മുടെ സ്വയബലം അവിടെ നിന്ന് നുറുങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിൽ വന്ന് നിറഞ്ഞ് നമ്മൾ ആത്മീയമായിട്ട് ഉയരത്തിലേക്ക്, ആത്മീയമായിട്ട് ഈ ലോകത്തിന്റെയും ജഡത്തിന്റെയും പിശാചിന്റെയൊക്കെ മേലെ, അതായത് പാപത്തിന്റെ മേലെ ദൈവം നമ്മളെ ഉയർത്തുന്ന ഒരു കാര്യം ഒക്കെയുള്ള ഒരു കാര്യം, നമ്മൾ കൂടുതൽ ക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്നു. അതാ പ്രഷ്യസ് സ്റ്റോൺസ്, വിലയേറിയ കല്ലുകൾ നമ്മുടെ ജീവിതത്തിൽ. വിലയേറിയ കല്ലുകളെ കുറിച്ചൊക്കെയുള്ള വർണ്ണനയൊക്കെ നമ്മൾ 21-ാം അധ്യായത്തിലൊക്കെ വായിച്ചു. പിന്നെ 22-ാം അധ്യായത്തിൽ നമ്മൾ അവിടെ ഒരു വലിയൊരു സിംഹാസനം കാണുന്നു. കർത്താവിന്റെ സിംഹാസനത്തിൽ നിന്ന് അത് ആരുടെയൊക്കെ സിംഹാസനം എന്ന് എഴുതിയിരിക്കുന്നത് അവിടെ? വെളിപാട് 22:1 ത്രോൺ ഓഫ് ഗോഡ് ആൻഡ് ഓഫ് ദ ലാംബ്. പിതാവിന്റെ, ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും, പിതാവായ ദൈവത്തിന്റെയും ദൈവമായ കുഞ്ഞാടാകുന്ന ക്രിസ്തുവിന്റെയും സിംഹാസനത്തിൽ നിന്ന് ഒഴുകുന്ന പരിശുദ്ധാത്മാവിന്റെ നദിയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നുള്ള തൃത്വം നമ്മൾ ബൈബിളിന്റെ ആദ്യ അധ്യായമായിട്ടുള്ള ഉൽപ്പത്തി 1 മുതൽ ഇവിടെ അവസാനത്തെ അധ്യായമായിട്ടുള്ള വെളിപാട് 22 വരെയും നമ്മൾ ആ തൃത്വം കാണുന്നുണ്ട്. കണ്ണുള്ളവർ കാണട്ടെ എന്ന് പറയുന്നത് പോലെ. ചില ഇതൊക്കെ അങ്ങനെ അത്രയും വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടും ഈശ്വനാമക്കാരെന്ന് പറയുന്ന ചിലരെയൊക്കെ തത്വം ഇല്ല, ഒരു വ്യക്തിത്വമാണെന്നൊക്കെ പറഞ്ഞ് അവരെ തന്നെ ബാക്കിയുള്ളവരെയൊക്കെ വഞ്ചിക്കാൻ നോക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, ദുരുപദേശക്കാരുണ്ട്. പിന്നെ നമ്മൾ ലാത്രുവോ കണ്ടു. എവിടെ? ലാത്രുവോ ഈ സഹോദരൻ്റെ ഇടയ്ക്ക് അന്യഭാഷയാണ് പറയുന്നതെന്ന് അത് തെറ്റിദ്ധരിക്കേണ്ട. എന്താ, നമ്മൾ കഴിഞ്ഞ വെനസ്ഡേ ബൈബിൾ സ്റ്റഡിയിൽ ലാത്രുവോ കണ്ടു. അപ്പൊ ഞാൻ വിചാരിച്ച് ഇടയ്ക്ക് ഞാൻ മാത്രമേ ഇങ്ങനെ ഗ്രീക്കൊക്കെ പറയുന്നുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ജോജുബേറിന്റെ സമ്പൂർണ്ണ സമർപ്പണം എന്നുള്ള മെസ്സേജിനകത്ത് ബ്രദറും നമ്മുടെ ദൈവത്തിന്റെ ഡൂളോസ് ആണ് എന്നൊക്കെ പറഞ്ഞ് പറയുന്നത്. ഇപ്പൊ ഡൂളോസ് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും പറയുന്ന വാക്കാരെ അടിമ. ഡിയോ എന്ന് പറഞ്ഞാൽ ടു ബൈൻഡ്, കെട്ടുക. ഡൂളോസ് എന്ന് പറഞ്ഞാൽ കെട്ടപ്പെട്ടവൻ. ഡുളേ എന്ന് പറഞ്ഞാലും ഫീമെയിൽ ബോൺ സ്ലേവ്, ഡൂളോസ് മെയിൽ ബോൺ സ്ലേവ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അത് ഡൂളോസ് എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ അതിൻ്റെതായ ചില മൂലഭാഷയുള്ള ചില പദങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നതൊക്കെ നല്ലത്. നമുക്ക് എത്രത്തോളമൊക്കെ കാര്യങ്ങളൊക്കെ അത് ഒരു അറിവിൻ്റെ തലത്തിൽ നിൽക്കാനല്ല, മറിച്ച് അത് അറിഞ്ഞ് അതിൻ്റെ ആഴത്തുള്ള അർത്ഥം മനസ്സിലാക്കി അത് നമുക്കൊരു അനുസരണമായിട്ട്, അനുഭവമായിട്ട്, വെളിപ്പാടായിട്ട് മാറിത്തീരുമ്പോൾ അത് നമുക്കതൊരു കൂടുതൽ ജീവൻ പ്രാപിക്കുവാനുള്ളൊരു മുഖാന്തരമായിട്ടായി തീരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് ലാത്രു എന്ന് പറഞ്ഞാൽ സെർവ് എന്നുള്ള വാക്ക്. വേർഷിപ്പ് ആൻഡ് സെർവ് എന്നാണ് ആ വാക്കിനർത്ഥം. വേർഷിപ്പ് എന്ന് നമ്മൾ കഴിഞ്ഞ വെനസ്ഡേ ബൈബിൾ സ്റ്റഡി കേട്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം എന്താ ഈ പറഞ്ഞു വരുന്നത്. റോമർ 1:9-10 വാക്യങ്ങളിൽ 9-10 വാക്യങ്ങൾ ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഇംഗ്ലീഷിൽ 9-ാമത്തെ വാക്യം, മലയാളത്തിൽ 10-ാമത്തെ വാക്യത്തിൽ
I serve in my spirit. I worship and serve in my spirit. The Lord whom I worship and serve in my spirit. ആരാധിക്കുന്നു എന്ന് ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന കർത്താവെന്ന് മലയാളം സത്യവേദ പുസ്തകത്തിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നു. പിന്നെന്താ, ശുശ്രൂഷിക്കുന്നു, ഞാൻ സെർവ് എന്ന് NASB പരിഭാഷപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ എന്താ ഇവർ രണ്ടുപേരും തമ്മിൽ വഴക്കാണ്. ഇവരെങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ടൊക്കെ പരിഭാഷപ്പെടുത്തിയെടുത്ത് ഇത് നോക്കിയാൽ വഴക്കമില്ല. ഈ വാക്കിന് രണ്ടർത്ഥവും കൂടെ അവര് പിരിച്ചങ്ങ് എഴുതി എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ നമ്മളോട് ആരെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മൾ എഴുതണം ഐ വർഷിപ്പ് ആൻഡ് സെർവ് ഇൻ ദ സ്പിരിറ്റ്. ഞാൻ ആരാധിച്ച് ശുശ്രൂഷിക്കുന്ന, ആരാധിക്കുക എന്ന് ശുശ്രൂഷിക്കുക എന്നുള്ള ഒരു അർത്ഥമുള്ള വാക്കല്ല, ത്രൂ എന്നുള്ള ഒരു പദമാണ് അവിടെ പരിശുദ്ധാത്മാവ് ഗ്രീക്ക് ആ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ വെളിപാട് 22-ന്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മളത് കണ്ടു. നമ്മുടെ റോമർ 1-ന്റെ 9-10 വാക്യങ്ങളിൽ നിന്ന് അന്ന് നമ്മൾ കഴിഞ്ഞ ബുധനാഴ്ച നമ്മൾ അജ്ബറിന്റെ വീട്ടിൽ വെച്ച് എങ്ങോട്ട് വന്നായിരുന്നു? വെളിപാട് 22-ന്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് വന്നായിരുന്നു. എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ഓക്കെ. എന്താ അവിടെ? ദൈവത്തിന്റെ യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിലിരിക്കും. അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും, അല്ലെങ്കിൽ ആരാധിച്ച് ശുശ്രൂഷിക്കും. സെർവ് ഹിം എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് മുഖം കാണുന്ന അവർ അവന്റെ മുഖം കാണും. അപ്പൊ ആ ഒരു കർത്താവിനെ മുഖാമുഖമായിട്ട് കണ്ട് നമുക്ക് കർത്താവിനെ ആരാധിക്കുകയും ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു ഭാഗ്യാവസ്ഥ അന്ന് ആർക്കാ ഉണ്ടാവുന്നത്? കർത്താവിന്റെ ഡൂളോസിന്, അടിമദാസന്മാർക്കാ. അതാ ഡുളോസിനാണ്, അടിമദാസന്മാർക്കാണ് ആ ഒരു ഭാഗ്യപദവി ഉള്ളത്. അപ്പൊ ഇന്നും കർത്താവ് ഉടമയും ഞാൻ അടിമയും. ആ ഒരു അവസ്ഥയിൽ നമ്മളിന്നും നമ്മളുടെ ജീവിതത്തിന്റെ പരമാധികാരം, എല്ലാ കർത്തൃത്വം, ജീവിതത്തിന്റെ ഉടമസ്ഥാവകാശം, കർത്താവെ ഞാൻ എന്ത് തീരുമാനം എടുക്കണം, എന്ത് ചിന്തിക്കണം, എന്ത് പറയണം, എന്ത് പ്രവർത്തിക്കണം, ആ കാര്യങ്ങളെല്ലാം അങ്ങ് തീരുമാനിച്ചാട്ടെ എന്ന് പറഞ്ഞ് നമ്മളൊരു പൂജ്യമായിട്ട് കർത്താവിന്റെ മുമ്പാകെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുകയും കർത്താവിന്റെ ആത്മാവിനെ നിറയപ്പെട്ടുകൊണ്ടേയിരിക്കുകയും കർത്താവിന്റെ പ്രേരണയ്ക്ക് അനുസരിച്ച് നമ്മളുടെ ജീവിതം മുമ്പോട്ട് പോവുകയും ചെയ്യുന്ന ഒരു ജീവിതം. അതാണ് ഡൂളോസിന്റെ ജീവിതം. എന്തെങ്കിലും ഒരു വീഴ്ചയോ കാര്യങ്ങളൊക്കെ അഥവാ വന്നാൽ പോലും പെട്ടെന്ന് തന്നെ കർത്താവിന്റെ അടുക്കിലേക്ക് ഓടിച്ചെന്ന് കർത്താവിനെ നമ്മൾ ആത്മാവിൽ ആരാധിച്ച് ശുശ്രൂഷിക്കുന്ന ഒരു കാര്യവും നമ്മളവിടെ കാണുന്നേ. അതിനുശേഷം ആ ഒരു നിത്യതയെക്കുറിച്ചുള്ള ഒരു വർണ്ണനയൊക്കെ അവിടെ, പ്രത്യേകിച്ച് ഒരു വിളക്കിന്റെ പ്രകാശത്തിന്റെ ആവശ്യമില്ല, ഒരു വിളക്കിന്റെ ആവശ്യമില്ല. കർത്താവ് തന്നെയാണ് നമ്മളുടെ വിളക്ക്. ദ ലാംപ് ഈസ് ദ ലാംപ്. കുഞ്ഞാട് അതിന് വിളക്കാണെന്നൊക്കെ നമ്മൾ എവിടെയും വായിച്ചു. വെളിപാട് 21-ന്റെ 22 വായിച്ചു ഇല്ലേ? 23 വെളിപാട് 21-ന് 23 ദ ലാംപ് ഈസ് ദ ലാംപ്, കുഞ്ഞാട് അതിന്റെ വിളക്കാകുന്നു എന്നൊക്കെ നമ്മൾ വായിച്ചു. ഇവിടെയും നമ്മൾ 22-ന്റെ 5-ാമത്തെ വാക്യത്തിലും നമ്മളുടെ ജീവിതത്തിൽ അതിന്റെ ആത്മീയമായിട്ടുള്ളൊരു അർത്ഥമൊക്കെ നമ്മൾ കണ്ടു. ഞാനൊരു ക്വിക്ക് ഓട്ടപ്രദക്ഷിണമൊക്കെ ചെയ്യുമായിരുന്നു വെളിപാട് പുസ്തകത്തിലൂടെ. എന്താ? കർത്താവ് തന്നെ നമ്മുടെ വെളിച്ചമായിട്ടിരിക്കണം. ഓരോ സാഹചര്യങ്ങളിലും കർത്താവ് അവിടെ നിന്നാണ് എൻ്റെ വെളിച്ചം. അങ്ങ് എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ എനിക്ക് ജീവിക്കണം, ചിന്തിക്കണം, പറയണം, കാര്യങ്ങൾ ചെയ്യണം, തീരുമാനങ്ങൾ എടുക്കണം. അവിടുന്നാണ് എൻ്റെ ഉടമ, ഞാനാണ് അടിമ. അതുകൊണ്ട് അവിടുന്നാണ് എൻ്റെ വെളിച്ചം. അതുകൊണ്ട് കർത്താവെ ആ ഒരു നാച്ചുറൽ ലൈറ്റോ അല്ലെങ്കിൽ സൂര്യന്റെ വെളിച്ചമോ ഒന്നും അല്ല എന്നുള്ള കാര്യമൊക്കെ നമ്മളവിടെ, അതായത് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമൊന്നും അല്ലെന്ന് എവിടെ കണ്ടേ? വെളിപാട് 22-ന്റെ 5-ാമത്തെ വാക്യത്തിൽ വായിച്ച് ഓർക്കുന്നുണ്ടോ? ഓക്കെ. അത് കഴിഞ്ഞിട്ട് ആ ഒരു നാച്ചുറൽ ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ യുക്തിചിന്തയും അതുപോലെയൊക്കെയുള്ള നമ്മളുടേതായ സ്വയത്തിലുള്ള നമ്മുടെ ജ്ഞാനത്തിനനുസരിച്ചുള്ള ഒരു വെളിച്ചം, അതല്ല നമ്മുടെ ആ നാച്ചുറൽ ലൈറ്റ് അല്ല. ഒരു സ്വാഭാവികമായിട്ടുള്ള പ്രകാശം, സൂര്യന്റെ പ്രകാശമല്ല നമുക്ക് ആത്മീയമായിട്ട് പ്രകാശമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ട് ബാക്കി ലോക മനുഷ്യരൊക്കെ ചിന്തിക്കുന്ന പോലെയുള്ള ഒരു കാര്യമില്ല. പിന്നെ പിന്നെ നമ്മൾ അവിടെ വിളക്കിന്റെ വെളിച്ചമല്ല. അതായത് വചനത്തിൽ ഇങ്ങനെ ടീച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം എന്തെങ്കിലും ഒരു വചനത്തിൽ ഇത് എഴുതിയിട്ടുണ്ടോ ആ ഒരു ലിറ്ററൽ ഒരു അക്ഷരത്തെ പിടിച്ചുകൊണ്ടുള്ള ഒരു അതിലുമല്ല, മറിച്ച് യേശു തന്നെ നമ്മുടെ വെളിച്ചമാണ്. കർത്താവ് എങ്ങനെ ആയിരിക്കും കാര്യങ്ങളെ കണ്ടത്, കാര്യങ്ങളെ ചെയ്തത് എന്നുള്ളൊരു കാര്യം നമുക്ക് വെളിച്ചമായിരിക്കും എന്നുള്ള കാര്യമൊക്കെയാണ് നമ്മൾ അതിൽ നിന്നൊക്കെ 5-ാമത്തെ വാക്യത്തിൽ നിന്നൊക്കെ കണ്ട്, അതിനുശേഷം പിന്നെ നമ്മൾ പാപം ചെയ്യുന്നതിന് ഇനിയും പാപം ചെയ്യട്ടെ എന്നൊക്കെ പറയുന്നൊരു വാക്യമൊക്കെ നമ്മൾ, അങ്ങനെ ഒരു ഷോക്കിംഗ് വേഴ്സ് ഒക്കെ നമ്മൾ 11-ാമത്തെ വാക്യത്തിൽ കണ്ടു. വെളിപാട് 22-ന്റെ 11-ാമത്തെ വാക്യം. അതിനുശേഷം 12-ാമത്തെ വാക്യം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ച് നിർത്തിയത്. കർത്താവ് തന്നെയാണ് നമ്മുടെ പ്രതിഫലമായിട്ട് ഞാൻ വരുന്നു എന്ന് പറയുമ്പോൾ ആരായിരിക്കും നമ്മുടെ പ്രതിഫലം? യേശു കർത്താവ് തന്നെ നമ്മുടെ പ്രതിഫലം എന്നുള്ള കാര്യമൊക്കെ, ഐ ആം യുവർ ഗ്രേറ്റ് ആൻഡ് എക്സീഡിംഗ്ലി ഗ്രേറ്റ് റിവാർഡ് എന്ന് ആരോട് പറഞ്ഞു?
നമ്മൾ ഈ മലയാളത്തിൽ ഇംഗ്ലീഷിലൊക്കെ നിങ്ങൾ സന്ദർഭവും സ്വാരസ്യവും വ്യക്തമാക്കുക. ആരോട് പറഞ്ഞു എന്ന് ചോദിക്കും. ആരോടെ പറഞ്ഞത്? ദൈവം എബ്രഹാമിനോട് പറഞ്ഞു ഉൽപ്പത്തി 15:1. ഞാൻ തന്നെയാണ് നിനക്ക് ഏറ്റവും വലിയ റിവാർഡായിട്ടായിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലം, നിനക്കുള്ള മഹത്വകരമായ പ്രതിഫലം ഞാൻ തന്നെയാണെന്ന് ദൈവം പറയുന്ന ഒരു രംഗമാണ് നമ്മളവിടെ കാണുന്നത്. അപ്പം യഥാർത്ഥത്തിൽ സ്വർഗത്തിലുള്ള നമ്മളുടെ ഏറ്റവും വലിയ പ്രതിഫലം എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവ് തന്നെ നമ്മുടെ പ്രതിഫലം. കർത്താവിനോട് ഏറ്റവും അടുത്തിരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും നല്ലത് എന്നിവിടെ നമ്മൾ വായിച്ച്. സങ്കീർത്തനം 73:28 വെരി ഗുഡ്. Psalm 73:28 ദ നിയർനെസ് ഓഫ് ഗോഡ് ഇസ് മൈ ഗുഡ്. അത് കഴിഞ്ഞിട്ട് പിന്നെ 13 വാക്യം ഇപ്പം നമ്മളിപ്പോൾ അന്തിമവചന പുസ്തകത്തിൽ ആ ഒരു 13-14 ഒരുമിച്ച് നമ്മുടെ അന്തിമവചന പുസ്തകത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അതിപ്പം ജേക്കബ് ബ്രദർ അത് വായിക്കുമല്ലോ. ആ ഒരു പോർഷൻ അജുബേറിനെ ഞാൻ കോഹോസ്റ്റ് ആയിക്കട്ടെ. അവനും ഒടുക്കത്തവനും ആദിയും അന്തവും ആകുന്നു. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിന് ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർക്കാണ് ജീവവൃക്ഷത്തിലേക്ക് പ്രവേശനം ഉള്ളതെന്ന് ന്യൂ അമേരിക്കൻ സ്റ്റാൻഡേർഡ് ബൈബിൾ വിവർത്തനത്തിൽ പറയുമ്പോൾ, ജീവവൃക്ഷത്തിൽ അധികാരം ഉണ്ടാകേണ്ടതിന് അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് കിങ് ജെയിംസ് വിവർത്തനത്തിൽ പറയുന്നു. ഈ രണ്ട് തർജ്ജമകൾ തമ്മിലും വൈരുദ്ധ്യം ഇല്ല. കാരണം പരമാർത്ഥമായി തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കും. അവരുടെ വിശ്വാസം നിർവ്യാജം ആണെന്നുള്ളതിന്റെ തെളിവ് ദൈവത്തോടുള്ള അവരുടെ അനുസരണമാണ്. വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാഗ്യവാന്മാരുടെ പട്ടികയിൽ ഏറ്റവും ഒടുവിലത്തേതാണ് ഇവിടെ കാണുന്നത്. പട്ടികയിൽ 7 തരക്കാരെയും നമുക്കിവിടെ ഒന്നിച്ച് വീക്ഷിക്കാം. 1. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. വെളിപ്പാട് 1:13. ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു. വെളിപ്പാട് 14:13. തന്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. വെളിപ്പാട് 16:15. കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. വെളിപ്പാട് 19:9. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. വെളിപ്പാട് 20:6. ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. വെളിപ്പാട് 22:7. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരത്തിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. വെളിപ്പാട് 22:14. നമ്മൾ വെളിപാട് പുസ്തകം 22 അധ്യായത്തിന്റെ 13-14 വാക്യങ്ങളായി ഇപ്പം നമ്മൾ വായിച്ചു കേൾക്കുകയും സൈമൺ ബ്രദറിന്റെ അന്തിമവചന പുസ്തകത്തിലെ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള തത്തുല്യമായിട്ടുള്ള ആ പോർഷൻ, ആ ഭാഗത്തു നിന്നുള്ള അതിന്റെ എക്സ്പ്ലനേഷൻ, വിശദീകരണം നമ്മൾ വായിച്ചു കേൾക്കുകയും ചെയ്തല്ലോ. 14 വാക്യം ബ്രദർ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ 13 വാക്യത്തിലെ കണ്ടന്റ് നമ്മൾ നേരത്തെയും എത്ര തവണ നമ്മൾ അത് കണ്ടിട്ടുണ്ട്. ആൽഫയും ഒമേഗയാണ് കർത്താവ്. ആൽഫയും ഒമേഗയും ആൽഫ ഒമേഗ എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ പേരുകളല്ല, മറിച്ച് അത് ഗ്രീക്ക് ആൽഫബറ്റിലെ ആദ്യത്തെ അവസാനത്തെ അക്ഷരമാണ്. A to Z അല്ലെങ്കിൽ A to Z നമ്മൾ പറയത്തില്ലേ. അതായത്
യുനോ 51 അക്ഷരങ്ങൾ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്നതൊക്കെ പറയുന്ന പോലെ 51 അക്ഷരം 52 അക്ഷരം എന്നൊക്കെ പറയും. ആശാൻ 51 പിഴച്ചാൽ എന്നൊക്കെ പറയുന്ന പോലെ. അപ്പൊ എ ടു സി എന്ന് വെച്ചാൽ ആൽഫ, ആൽഫ എ ടു ഇസഡ് എന്ന് പറയുന്ന പോലെ ഗ്രീക്കിലെ ആദ്യത്തെ ലെറ്റർ ആൽഫ, അവസാനത്തെ ലെറ്റർ ഒമേഗ. അപ്പം കർത്താവ് ഇവിടെ എന്താ പറയുന്നത്? ഞാൻ ആൽഫയും ഒമേഗയും, ഒന്നാമനും ഒടുക്കത്തവനും ആദിയും അന്തവും ആകുന്നു. പിന്നെ ജീവന്റെ വൃക്ഷത്തിലെ അധികാരം ഉണ്ടാകേണ്ടതിന് വസ്ത്രം അലക്കുന്ന ഭാഗ്യവാസത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പം പെട്ടെന്ന് അത് വായിച്ചു കേട്ടത്. എന്നാൽ ആ 13-ാമത്തെ വാക്യം, വെളിപാട് 22:13, അതും നമ്മളെ ഹൃദയ പലകമേൽ കർത്താവ് എഴുതുമാറാകട്ടെ. കർത്താവ് ആൽഫി ഒമേഗ ആണെന്ന് പറയുമ്പോൾ എന്താ നമ്മൾ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നേ? അത് 4 തവണ നമ്മൾ ബൈബിളിൽ ഈ വെളിപാട് പുസ്തകത്തിൽ തന്നെ വായിക്കുന്നുണ്ട്. എവിടൊക്കെയാ വായിച്ചേ? 1-ാം അധ്യായത്തിലേക്ക് ഒന്ന് തിരിയുവാണെങ്കിൽ ഇപ്പം നമ്മൾ എവിടെ ഉള്ളത്? വെളിപാട് പുസ്തകത്തിന്റെ അവസാനത്തെ അധ്യായത്തിൽ ഇപ്പം നമ്മളുള്ളത്. നമ്മളത് 1-ാം അധ്യായത്തിലേക്ക് പോവുകയാണെങ്കിൽ 1-ാം അധ്യായത്തിന്റെ വെളിപാട് റെവലേഷൻ ചാപ്റ്റർ 1 വേഴ്സ് 8, 8-ാമത്തെ വാക്യം വായിക്കുവാണെങ്കിൽ അവിടെ നമ്മൾ എന്താ വായിക്കുന്നേ? ഐ ആം ദ ആൽഫ ആൻഡ് ഒമേഗ. അവിടെ പിതാവായ ദൈവം പറയുന്ന ഒരു കാര്യം നമ്മളവിടെ വായിക്കുന്നത്, ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് നമ്മളവിടെ വായിക്കുന്നു. പിന്നെ യേശു കർത്താവ് തന്നെ വീണ്ടും ആ കാര്യം പറയുന്നൊരു രംഗമാണ് നമ്മളതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. യേശു കർത്താവ് പറയുന്നത്, ഐ ആം ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് എന്ന് പറയുന്നുണ്ട്. ആദ്യനും അന്ത്യനും. നമ്മൾ ആ പാട്ടിൽ പാടുന്നത്, ആദ്യനും അന്ത്യനും നീ മാത്രമീശുവേ. നമ്മൾ കഴിഞ്ഞ ആഴ്ച പാടിയത് 7 വിളക്കിൻ നടുവിൽ, അതാ 17-ാമത്തെ വാക്യം. അത് അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു, അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ച് ഭയപ്പെടേണ്ട ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. ആൽഫ ഒമേഗ എന്നുള്ള ആ വാക്ക് തന്നെ അവിടെ ഉപയോഗിച്ചിട്ടില്ല. എന്നാൽ ആദ്യനും അന്ത്യനും, ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ്. അപ്പൊ അത് വീണ്ടും വീണ്ടും വെളിപാട് പുസ്തകത്തിൽ വീണ്ടും വീണ്ടും പറയുമ്പോൾ അതിനെന്തെങ്കിലും ഒരു ഇംപ്ലിക്കേഷൻ, അതിനെന്തെങ്കിലും അതിൻ്റെതായ ഒരു അർത്ഥവശമുണ്ടോ? നമ്മൾ പിന്നെ എവിടെ വായിക്കുന്നത്? ഇപ്പോൾ വെളിപാട് 1-8 വായിച്ചു, പിന്നെ വെളിപാട് 1-17 വായിച്ചു, പിന്നെ 21-ാം അധ്യായം, വെളിപാട് 21-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ വീണ്ടും അത് വായിക്കുന്നുണ്ട്. അവിടെ എന്താ, സിംഹാസനം ഇരിക്കുന്നവൻ എന്നോട് പറയുവാണ്, ഇറ്റ് ഇസ് ഡൺ. പിന്നെയും അവൻ എന്നോട് അരുളി ചെയ്തത്, സംഭവിച്ചു തീർന്നു, ഇറ്റ് ഇസ് ഡൺ, എല്ലാം ഫിനിഷായി. ഞാൻ ആൽഫയും ഒമേഗയും ആദ്യ അന്തവും ആകുന്നു. ദാഹിക്കുന്നവന് ഞാൻ ജീവനീരുറവയിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. ഞാൻ ആ വെളിപാട് 21-6 നമ്മളെ എന്നായിരുന്നു ചിന്തിച്ചതെന്ന് ചോദിച്ചാൽ 1 വർഷം മുമ്പായിരുന്നു ചിന്തിച്ചത്. എങ്ങനെ ഇബ്രാഹിം ഇത്ര ഓർമ്മ? ഭയങ്കര എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയാണോ എന്നാരും തെറ്റിദ്ധരിക്കേണ്ട. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഞാനത് ഓർക്കാൻ കാരണം, ഈ വെളിപാട് ഈ 21-6 വാക്യം കഴിഞ്ഞ ജൂലൈ മാസം, ഇന്നിപ്പോ ഏത് മാസമാ? ജൂലൈ 8-ാം തീയതി. കഴിഞ്ഞ വർഷം ഏകദേശം ഈ സമയത്ത്, അതായത് ജൂലൈ 20-ാം തീയതി ആയിരുന്നു ഞങ്ങളുടെ വീടിന്റെ ഹൗസ് വാമിങ്. അതൊരു ഞായറാഴ്ചയായിരുന്നു. അപ്പൊ അതിന്റെ തലേ ഞായറാഴ്ച 13-ാം തീയതി, 13-ാം തീയതിക്ക് മുമ്പുള്ള ആ ബുധനാഴ്ച ഈ പോർഷനായിരുന്നു. വെളിപാട് 21-6 അപ്പം അന്ന് ഇങ്ങനെ ഹൗസ് വാമിങ്ങിന്റെ ഡേറ്റ് ഒക്കെ എടുത്തു, എല്ലാവരെയും വിളിക്കാനൊക്കെ തുടങ്ങി. പണി ഇനിയും കുറച്ചുകൂടി പൂർത്തിയാക്കാനുണ്ട്. നമ്മുടെ കോൺട്രാക്ടർ അനിലാണെങ്കിൽ 10-ാം തീയതിക്കുള്ളിൽ ഞാൻ തീർക്കാന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും പിന്നെയും പല കാര്യങ്ങൾ അവര് ചെയ്ത് വരുന്ന സ്പീഡിൽ ചെയ്ത് വരുന്നതോറും പിന്നെയും ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പം എല്ലാം അങ്ങ് ഫിനിഷ് ചെയ്തിട്ട് ഹൗസ് വാമിങ് എന്നുള്ളതായിരുന്നു നമ്മളെല്ലാം ആഗ്രഹിച്ചത്. അപ്പം അതുകൊണ്ട് ഇതെല്ലാം അങ്ങ് ഫിനിഷ് ആവുമോ എന്നുള്ള ഒരു അവസാനത്തെ ഒത്തിരി ഓട്ടപ്പാച്ചിലും പരക്കവും കാര്യങ്ങളും ഓട്ടപ്പാച്ചിലും ഒക്കെ ഉള്ളപ്പം, അപ്പൊ ആ സമയത്താണ് ഈ വെളിപാട് 21-6 വാക്യം നമ്മളുടെ റെഗുലർ ആയിട്ടുള്ള നമ്മളുടെ പോർഷനായിട്ട് വരുന്നത്. ഞാൻ ഈ ആൽഫ ഒമേഗ ആണെന്ന്, കർത്താവ് ആൽഫ ഒമേഗയാണ്, അത് വെളിപാടിന് 1-8-ലും 17-ലും 21-6-ലും വെളിപാട് 22-13-ലും ഉണ്ടെന്ന് നമുക്ക് വെറുതെ ഒരു അറിവായിട്ടിരിക്കാനല്ല, മറിച്ച് നമ്മളുടെ പ്രാക്ടിക്കലായിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള ജീവിതത്തിൽ അതിലെന്താ ഒരു പ്രാധാന്യം, പ്രസക്തി എന്നുള്ളൊരു കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു സാക്ഷി എന്ന് പറയാം. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, 1-2 മീറ്റിങ്ങിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓർമ്മയുള്ളവർക്ക് ഓർമ്മയുണ്ട്. എന്താ അപ്പം ആ ഒരു സമയത്ത് ഇപ്പം ഈ ഒരു പോർഷൻ വായിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ ദൈവം തന്നെ എൻ്റെ ഹൃദയത്തിലൊരു അഷുറൻസ്, ഒരു ഉറപ്പ് തന്നു. എല്ലാം ഇറ്റ് ഈസ് ഡൺ. എല്ലാം ഫിനിഷായി. ദൈവത്തിൻ്റെ കണ്ണിൽ എല്ലാം ഫിനിഷായി, എല്ലാം അങ്ങ് ആ സമയത്തിനുള്ളിൽ എല്ലാം ഫിനിഷ് ആവും എന്നുള്ളൊരു
ആ ഒരു ഉറപ്പും ഒരു സമാശ്വാസവും ഒക്കെ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു വാക്യമായിരുന്നത്. അപ്പം അത് ഞാൻ പറയുന്നത് വെച്ചാൽ ചില ഇപ്പം ആ വാക്യത്തിന് ഇങ്ങനെ ഒരു ഇന്റർപ്രിട്ടേഷൻ ഉണ്ടോ, വീട് ഫിനിഷ് ആവും എന്നുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ എങ്ങനെ അതിനകത്ത് നിന്ന് എടുക്കുന്നത് നമ്മൾ തിയോളജിക്കലായിട്ട് ദൈവശാസ്ത്രപരമായിട്ടൊന്നും ചോദിക്കരുത്. പക്ഷെ ചില വാക്യങ്ങൾ നമുക്ക് ചില പർട്ടിക്കുലർ ആയിട്ടുള്ള നമ്മളുടേതായ ചില ജീവിത സാഹചര്യങ്ങളിൽ ചില വാക്യങ്ങളിലൂടെ ദൈവം നമുക്ക് വ്യക്തിപരമായിട്ടൊരു പ്രകാശനമായിട്ട് ലോഗോസ് ആയിട്ടുള്ള വചനം റേമയായി തീരുന്നു എന്നൊക്കെ നമ്മൾ പറയും. ചില വചനത്തിന് ലോഗോസ് എന്നും റേമയെന്നും രണ്ട് വാക്കുകളാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ലോഗോസ് അത് എഴുതപ്പെട്ട വചനത്തെ സൂചിപ്പിക്കുമ്പോൾ റേമ എന്ന് പറഞ്ഞാൽ സ്പോക്കൺ വേർഡ്, ദ വേർഡ് ദാറ്റ് ഈസ് ബീങ് സ്പോക്കൺ. മാൻ ഷാൽ നോട്ട് ലിവ് ബൈ ബ്രെഡ് അലോൺ ബട്ട് ബൈ എവറി റേമ ദാറ്റ് പ്രൊസീഡ്സ് ഫ്രം ദ മൗത്ത് ഓഫ് ഗോഡ്. മത്തായി 4:4 ലൂക്കോസ് 4:4 ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൊണ്ടും ഓരോ വചനം കൊണ്ടും ജീവിക്കണ്ടേ എന്ന് പറയുമ്പോൾ അവിടെ സ്പോക്കൺ വേർഡ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നിന്റെ വചനം പോലെ, നിന്റെ വാക്ക് പോലെ എന്നിതാകട്ടെ എന്ന് മറിയം ലൂക്കോസ് 1:38 പറയുമ്പോൾ ബി ടെൻ ടു മീ അക്കോർഡിംഗ് ടു യുവർ റേമ, യുവർ സ്പോക്കൺ വേർഡ്. സംസാരിക്കുന്നത് ദൈവം നമ്മളോട് ദൈവത്തിന്റെ വചനത്തിൽ എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ നമ്മളുടെ ജീവിത സാഹചര്യത്തിൽ ചിലപ്പോൾ നമുക്ക് ഒരു സമ്മർദ്ദത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കൊരു ആശ്വാസമായിട്ട് ദൈവം അതൊരു റേമയാക്കി തരും. നമുക്കൊരു പേഴ്സണലായിട്ട് ഒരു സ്പോക്കൺ വേർഡായിട്ട് നമ്മളോട് സംസാരിക്കുന്ന ഒരു വചനമാക്കി തരും. അപ്പം ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞതാ. വെളിപാട് 21:6 എന്താ നമ്മൾ വായിച്ചേ? പിന്നെയും അവൻ എന്നോട് അരുളി ചെയ്ത് സംഭവിച്ചു തീർന്നു, ഞാൻ ആൽഫയും ഒമേഗയാവുന്നു. ആൽഫയും ഒമേഗയാവുന്നു, കർത്താവ് തന്നെ തുടക്കവും ഒടുക്കവും ആവുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ നമ്മളത് വിശ്വസിക്കുമ്പം നമ്മൾ വലിയൊരു സ്വസ്ഥതയിലേക്ക് വരും. കർത്താവ് തന്നെ നമ്മളുടെ ജീവിതത്തിൽ, നമ്മൾ ആത്മീയ ജീവിതത്തിന്റെ കാര്യം അത് തന്നെ അല്ലേ. ആത്മീയ ജീവിതം ആരാ തുടങ്ങിയത്? നമ്മളായിട്ട് ഇന്ന് മുതൽ ഞാൻ അങ്ങ് വീണ്ടും ജനിച്ച് കളയാമെന്നും പറഞ്ഞ് നമ്മളാരും വന്ന് വീണ്ടും ജനിച്ചതല്ല. മറിച്ച് കർത്താവിന്റെ ആ വലിയ കരുണയിൽ കർത്താവിന്റെ സ്നേഹത്തെ നമ്മൾ കണ്ട്, കർത്താവിന്റെ ആ സ്നേഹത്തോട് എല്ലാവരും എന്നെ നോക്കുന്നുണ്ടല്ലോ അല്ലേ, ആ സ്നേഹത്തെ, യേശുവിന്റെ ആ സ്നേഹത്തെ കണ്ട് നമ്മൾ ആ സ്നേഹത്തിന് മുമ്പാകെ അങ്ങ് ആ സ്നേഹത്താൽ ആകർഷിക്കപ്പെട്ടവളായിട്ട് നമ്മൾ കർത്താവിന്റെ ജീസസിന്റെ സ്നേഹത്തിന് മുമ്പായിട്ട് നമ്മളെ തന്നെ അങ്ങ് സറണ്ടർ ചെയ്തു. ദൈവത്തിന്റെ ജീവൻ നമ്മളിലേക്ക് വന്നു. ദൈവമാണ് ഒരു പ്രവൃത്തി നമ്മുടെ ഉള്ളിൽ തുടങ്ങിയത്. നാം ശരിയാണ്, കർത്താവിനെ നാം തിരഞ്ഞെടുത്തു എന്ന് വെച്ചാൽ കർത്താവിൻ്റെ ആ ഒരു സ്നേഹത്തിനൊരു പ്രേരണയ്ക്ക് നമ്മുടെ ഒരു ചോയ്സ് ഉണ്ടായിരുന്നു. നമ്മൾ ചൂസ് ചെയ്തു കർത്താവിൻ്റെ ആ സ്നേഹം. കർത്താവെ ഞാൻ അങ്ങേ കർത്താവ് അങ്ങേ എനിക്ക് വേണം എന്ന് പറഞ്ഞ് നാം കർത്താവിനെ തിരഞ്ഞെടുത്തു. പക്ഷേ യഥാർത്ഥത്തിൽ നാം കർത്താവിനെ തിരഞ്ഞെടുത്തതല്ല, കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തതാണെന്നാണ് നമ്മളവിടെ യോഹന്നാൻ 15:16 വാക്യത്തിൽ, നോട്ട് ദാറ്റ് യു ചോസ് മീ ബട്ട് ഐ ചോസ് യു. ശരിയാണ്, നമ്മൾ തിരഞ്ഞെടുത്തു എന്നുള്ള കാര്യം ശരി തന്നെ. പക്ഷേ എന്നാൽ അതിൽ കവിയുന്നൊരു സത്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു ചോയ്സ് എക്സിക്യൂട്ട് ചെയ്യും, നമ്മൾ ഇങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് നടത്തും. ഈ ഒരു നൂറ്റാണ്ടിൽ, ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇങ്ങനെ കർത്താവിനെ തിരഞ്ഞെടുക്കും എന്ന് നമ്മൾ കണ്ട് കർത്താവ് നമ്മളെ മുന്നമേ അങ്ങ് തിരഞ്ഞെടുത്തു. നമ്മളെ ഇന്ന് റാൻഡമായിട്ട് കർത്താവ് എന്തോ തിരഞ്ഞെടുത്തു എന്നുള്ളതല്ല, നമ്മളുടെ ഹി ഫോർസോ ദാറ്റ് വി വിൽ ചൂസ് ഹിം. കർത്താവ് മുന്നമേ അറിഞ്ഞു. വി വെ ചോസൺ അക്കോർഡിംഗ് ടു ഹിസ് ഫോർ നോളജ് എന്നാണ് നമ്മളിവിടെ വായിക്കുന്നത്. അവിടുത്തെ മുന്നറിവ് പ്രകാരം ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു എന്ന നമ്മൾ 1 പത്രോസ് 1:1-2 വാക്യങ്ങളിൽ വായിക്കുന്നു. നമ്മൾക്ക് ആ വാക്യം പരിചയമുണ്ടോ? അല്ലെങ്കിൽ നമുക്കത് എടുക്കാം. എന്താ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള വാക്യം. പല വാക്യങ്ങളും നമ്മൾ ചിലപ്പോൾ 10 തവണ പറയുമ്പോഴായിരിക്കും നമുക്ക് ക്ലിക്ക് ആവുന്നത്. സൈക്കിളർ പറഞ്ഞതുപോലെ എന്തിനാ നമ്മൾ പല കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് എന്ന് വെച്ചാൽ, പല കാര്യങ്ങളും വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോഴാണ് നമുക്ക് ആ കാര്യങ്ങൾ കൂടുതൽ ക്ലിക്ക് ആവുന്നത്. എന്താ നമ്മളവിടെ വായിക്കുന്നേ? 1 പത്രോസ് 1-ാം അധ്യായം 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം എന്താ നമ്മളവിടെ വായിക്കുന്നേ? അവിടെ ഇംഗ്ലീഷിൽ അത് കുറച്ചുകൂടെ ക്ലിയറാണ്, മലയാളത്തിലും ക്ലിയർ തന്നെയാണ്. യേശുക്രിസ്തുവിന് അപ്പോസ്തലനായ പത്രോസ്. എല്ലാവരും 1 പത്രോസിലോട്ട് ഇനി എത്തിയോ? അത് ചില കറന്റ് ലൊക്കേഷൻ എവിടെ? 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. നമ്മൾ എന്ത് പറഞ്ഞു വരുന്നത്? കർത്താവ് ആൽഫയും ഒമേഗയാണെന്ന് നമ്മൾ വായിച്ചു. എവിടെ വായിച്ചു? വെളിപാട് 22:13 വായിച്ചു. അപ്പൊ ആ വാക്യം എവിടൊക്കെയും അതുപോലെ കർത്താവ് ആദ്യനും അന്തിനുമാണ്, ആൽഫയും ഒമേഗയാണെന്ന് എവിടൊക്കെ ഉണ്ടെന്ന് നമ്മൾ കണ്ടു. വെളിപാട് 1:8, 17, 21:6, പിന്നെ ഇപ്പൊ 22:13 ഉണ്ടെന്ന് നമ്മൾ കണ്ടു. അപ്പൊ ആൽഫയും ഒമേഗയാണെന്ന് പറയുമ്പോൾ കർത്താവ് തന്നെയാണ് തുടക്കക്കാരൻ എന്നുള്ള ഒരു കാര്യം. കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ എങ്ങനെ കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തേ?
വെറുതെ ബാക്കി ആരും തിരഞ്ഞെടുക്കാൻ നമ്മളെ തിരഞ്ഞെടുക്കാൻ കാരണം എന്താ എന്ന് ചോദിച്ചാൽ കർത്താവിന്റെ പക്ഷഭേദം ഉണ്ടായിരുന്നു. ഇങ്ങനെ റാൻഡമായിട്ട് ആരെങ്കിലും തിരഞ്ഞെടുത്തിട്ട് ബാക്കിയുള്ളവരൊക്കെ നരകത്തിൽ പോട്ടെ അങ്ങനെ പറഞ്ഞൊരു കാൽവിനിസ്റ്റിക് ദൈവമല്ല ദൈവം. കാൽവിനിസ്റ്റിക് ദുരുപദേശം അങ്ങനെയൊക്കെ പറയുന്നു. എന്നാൽ വചനം എന്താ പറയുന്നേ? 1 പത്രോസ് 1:1-2 വാക്യങ്ങളിൽ യേശുക്രിസ്തുവിന് അപ്പോസ്തലനായ പത്രോസ് പൊന്തോസിലും ഗലാത്തിയിലും കപ്പദോക്കിയയിലും ആസിയയിലും കുറച്ച് കടിച്ചപ്പെട്ട വാക്കുകളൊക്കെ ഉണ്ട്, പേടിക്കണ്ട. അവിടെ ആ സ്ഥലങ്ങളിലൊക്കെ ബിഥുന്യയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളും പിതാവായ ദൈവത്തിന്റെ മുന്നറിവിന് ഒത്തവണ്ണം ആത്മാവിന് വിശദീകരണം പ്രാപിച്ച് അനുസരണം കാണിക്കുവാനും യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ തളിക്കപ്പെടുവാനുമായി വൃതന്മാരുമായവർക്ക് എഴുതുന്നത്. ഭയങ്കര കട്ടിയായിപ്പോയി അല്ലേ? ഇത്രയേ ഉള്ളൂ നമ്മൾ പറയാൻ വന്നേ. മുന്നറിവിനൊത്തവണ്ണമാണ് വൃതന്മാരായവര്. വൃതന്മാർ എന്ന് പറഞ്ഞാൽ എന്താ? തിരഞ്ഞെടുക്കപ്പെട്ടവര്. ഇംഗ്ലീഷിൽ കുറച്ചുകൂടി സിമ്പിളാണ്. മലയാളം മനസ്സിലാക്കാൻ പ്രയാസമുള്ളവര് ഇംഗ്ലീഷ് ബൈബിൾ വായിച്ച് കുറച്ചുകൂടി സിമ്പിളായിട്ട് മനസ്സിലാകും. എന്താ? ചോസൺ. അവസാനത്തെ ആ ഇംഗ്ലീഷിലെ ബൈബിളിലെ 1-ാമത്തെ വാക്യത്തിന് അവസാനം ഹു ആർ ചോസൺ അക്കോർഡിംഗ് ടു ദ ഫോർ നോളജ് ഓഫ് ഗോഡ്, 2-ാമത്തെ വാക്യം. ഹൗ ഡിഡ് ഗോഡ് ചൂസസ് അക്കോർഡിംഗ് ടു ഹിസ് ഫോർ നോളജ്. ഫോർ നോളജ് എന്ന് പറഞ്ഞാൽ എന്താ? മുമ്പേ ദൈവത്തിന് അറിയാം ആരൊക്കെ തന്നെ തിരഞ്ഞെടുക്കും ഈ ഒരു കാലയളവിൽ. ദൈവത്തിൻ്റെ ആ ഒരു സ്നേഹത്തിൻ്റെ പ്രേരണ, പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു സ്നേഹത്തിൻ്റെ പ്രേരണയ്ക്ക് ആരൊക്കെ ആ ഒരു ചോയ്സ് തിരഞ്ഞെടുക്കും എന്നുള്ള കാര്യം ദൈവത്തിന് മുമ്പേ അറിയാം. അപ്പം അതിനനുസരിച്ച് നാം ആരൊക്കെ തിരഞ്ഞെടുക്കും എന്നുള്ളത് കണ്ട് ദൈവം മുന്നമേ നമ്മളെ അങ്ങ് തിരഞ്ഞെടുത്തു. whom he foreknew he predestined എന്നെവിടെ വായിച്ചേ? റോമർ 8:29 നമ്മളത് വായിക്കുന്നുണ്ട്. നമ്മൾ കർത്താവിന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ ടു ബി പ്രീഡിസ്റ്റൈൻ ടു ബി കൺഫോം ടു ഹിസ് ഇമേജ്. നമ്മൾ CFC സഹോദരങ്ങൾ എപ്പോഴും പറയുന്നൊരു വാക്യമാണ്. എന്താ? നമ്മളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ കർത്താവിനോട് അനുരൂപപ്പെടുന്നതാണ്. നമുക്ക് റോമർ 8:29 നിന്ന് വളരെ ക്ലിയർ ആയിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. റോമർ 8:29. അതേ റോമർ 8:29 തന്നെ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമാണ്. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തിന് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അപ്പൊ മുന്നറിഞ്ഞവരെയാണ് മുൻ നിയമിച്ചത്. മുന്നറിഞ്ഞവരെ whom he foreknew he predestined എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവ് മുന്നമേ അറിഞ്ഞു നാം കർത്താവിനെ തിരഞ്ഞെടുക്കും എന്നുള്ള കാര്യം. അപ്പൊ അങ്ങനെ കർത്താവ് നമ്മളെ മുൻ നിയമിച്ചു. കർത്താവിനോട് അനുരൂപപ്പെടുവാനായിട്ട് കർത്താവ് നമ്മളെ മുന്നമേ നിയമിച്ചു. അതാ പ്രീഡിസ്റ്റൈൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ? ഈ പറഞ്ഞു വരുന്നേ, നമ്മളിൽ ഒരു പ്രവൃത്തി ചെയ്തവൻ അത് അവസാനത്തോളം തികയ്ക്കും എന്നെവിടെ പറയുന്നേ? ഹി ഹു ബിഗാൻ എ ഗുഡ് വർക്ക് ഇൻ us വിൽ കംപ്ലീറ്റ് ഇറ്റ് വിത്ത് പെർഫെക്റ്റ് ഇറ്റ് until the day of his day. വെരി ഗുഡ്. ഫിലിപ്പീൻസ് 1-ാം അതിന്റെ 4-ാമത്തെ 6-ാമത്തെയും വാക്യം എന്ന് പറയേണ്ടി വരും. എന്ന് വെച്ചാൽ ഇംഗ്ലീഷിലൊരു വാക്യമാണെങ്കിൽ മലയാളത്തിൽ വേറൊരു വാക്യമാണ്. അതില് ഫിലിപ്പീൻസ് ഇംഗ്ലീഷില് 1-ാം അതിന്റെ 6-ാമത്തെ വാക്യമാണെങ്കിൽ മലയാളത്തിൽ അത് 4-ാമത്തെ വാക്യമാണ്. ഫിലിപ്പിയർ 1:4. ഇംഗ്ലീഷ് ബൈബിൾ ഉള്ളവർക്ക് ഫിലിപ്പീൻസ് 1:6. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ. അപ്പൊ ആരാ? ആൽഫ എന്ന് പറയാൻ ആദ്യത്തെ അക്ഷരം. നമ്മുടെ ജീവിതത്തിൽ ആരാ ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചത്? നമ്മൾ തന്നെയാണോ? ജീസസ്. അതാ ജീസസിനെ എന്ത് വിളിക്കുന്നേ? നമ്മളെപ്പോഴും പറയുമ്പോൾ ഒരു വാക്യം പറയാറുണ്ട്, നമ്മളുടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിലേക്ക് നോക്കുവിൻ. അത് ഞാൻ വളരെയധികം റിപ്പീറ്റ് ചെയ്യുന്നൊരു വേഴ്സാണ് ഇന്നത്തെ കാലത്ത്. എന്ന് വെച്ചാല് എന്താണ് പറഞ്ഞത്, നമുക്ക് എല്ലാവർക്കും എങ്ങോട്ട് തന്നെ നോക്കാനാണ് നമ്മളുടെ ഒരു സ്വാഭാവികമായ ഒരു പ്രവണത. നമ്മളിലേക്ക് തന്നെ നോക്കാനും മറ്റുള്ളവരിലേക്ക് നോക്കാനും സാഹചര്യങ്ങളിലേക്ക് നോക്കാനും ഈ 3 നോക്കാനാണ് നമ്മുടെ സ്വാഭാവികമായ ജഡത്തിന്റെ ഒരു ടെൻഡൻസി. മറ്റുള്ളവരിലേക്ക്, അയ്യോ ടീച്ചർ എന്നെ വഴക്ക് പറഞ്ഞു, അല്ലെങ്കിൽ ബാക്കി പിള്ളേർക്ക് കൂടുതൽ മാർക്ക് കിട്ടി, അല്ലെങ്കിൽ വേറെ അയ്യോ എനിക്ക് 100 മീറ്റർ റേസിന് എനിക്ക് സെലക്ഷൻ കിട്ടിയില്ല. മറ്റുള്ളവരിലേക്ക് നോക്കുക, സാഹചര്യങ്ങളിലേക്ക് നോക്കുക, അല്ലെങ്കിൽ നമ്മളിലേക്ക് തന്നെ നോക്കുക. അപ്പം നമുക്ക് കരച്ചിൽ വരും. അത് നമ്മളെ അപ്പോൾ നമുക്ക് ഒന്നുകിലും നിരാശ വരും, അല്ലെങ്കിൽ നിഗളിക്കും. എനിക്കിത് ഫസ്റ്റ് റാങ്ക് കിട്ടി, എനിക്ക് ഫസ്റ്റ് മാർക്ക് കിട്ടി. അപ്പോൾ നമുക്ക് ഒന്നുകിലും നിഗളം ഉണ്ടാവും, അല്ലെങ്കിൽ നിരാശയുണ്ടാകും. നമ്മളിലേക്ക് നോക്കുമ്പോഴും മറ്റുള്ളവരിലേക്ക് നോക്കുമ്പോഴും സാഹചര്യങ്ങളിലേക്ക് നോക്കും. പക്ഷെ നമ്മൾ എങ്ങോട്ട് നോക്കാനാണ് പരിശുദ്ധാത്മാവ് നമ്മൾ എപ്പോഴും പ്രേരിപ്പിക്കുന്നത്? കർത്താവിലേക്ക് നോക്കാനാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ തന്നെ താഴ്ത്താനായിട്ട് ഉള്ള പ്രേരണയാണ്. നമ്മെ തന്നെ നമ്മളെ മുമ്പാകെ കൊച്ചുകുഞ്ഞിനെ പോലെ, ഒരു കുഞ്ഞു കുക്കുറുവിനെ പോലെ നമ്മൾ തന്നെ അങ്ങ് താഴ്ത്തുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ
യേശുവിലേക്ക് നോക്കാനായിട്ട് പ്രേരിപ്പിക്കും. നമ്മളൊരു കൊച്ചു കുഞ്ഞിനെ പോലെ നമ്മളെ തന്നെ താഴ്ത്തി, നമ്മൾ എന്തേ പറഞ്ഞു വരുന്നത്, ജീസസ് ഇസ് ദ ആൽഫ ആൻഡ് ഒമേഗ എന്നുള്ള കാര്യം നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വെളിപാട് 22:13 നമുക്ക് കുടിച്ചു പോകാനുള്ള ഒരു വചനമാണോ? അല്ല. നമ്മൾ ആ വാക്യം ഇതിപ്പോ 4-ാമത്തെ തവണയാണ് ഈ വെളിപാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നെന്നുണ്ടെങ്കിൽ പോലും നമ്മളെല്ലാവരും എന്തുള്ളവരാ? വളരെ മറവിയുള്ളവരാ. വളരെ നിങ്ങൾ ഐ യു വെരി സ്ലോ ടു ലേൺ എന്നൊക്കെ കർത്താവ് പറയുന്നുണ്ടല്ലേ. നിങ്ങൾ മനസ്സിലാക്കാൻ ഇത്ര മാന്യമുള്ളവരാണോ എന്ന് പറയുന്നൊരു വാക്യം മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ? മത്തായി 15-ാം അധ്യായത്തിലാണോ അത് പറയുന്നത്, അതോ 12-ാം അധ്യായത്തിലാണോ? അവിടെ നമ്മുടെ കർത്താവ് പറയുന്ന ഒരു കാര്യം, എനിക്ക് തോന്നുന്നു 12-ലാണെന്ന് തോന്നുന്നു, നോക്കട്ടെ. മത്തായി 12 ഐ യു സോ സ്ലോ ടു ലേൺ എന്ന് ഹാവ് യു നോട്ട് റെഡ്. അവിടെ മത്തായി 12:13 ഹാവ് യു നോട്ട് റെഡ് എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ എന്ന് പറയുന്നൊരു കാര്യം നമ്മളവിടെ കാണുന്നുണ്ട്. ഹാവ് യു നോട്ട് റെഡ്. പല കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. 5-ാമത്തെ വാക്യത്തിൽ ഹാവ് യു നോട്ട് റെഡ് ഇൻ ദ ലോ എന്ന് ന്യായപ്രമാണത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലയോ എന്നുള്ള കാര്യമൊക്കെ കർത്താവ് പല കാര്യങ്ങളൊക്കെ നമ്മളോട്, ശരിയാ, പല കാര്യങ്ങളൊക്കെ നമ്മൾ പലതവണ നമ്മൾ പറയുമ്പോഴാണ്, വീണ്ടും 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 ഒക്കെ ഓരോ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴാണ് നമ്മൾ അതിനല്ലെങ്കിൽ ഗ്രിപ്ഡ് ആവുന്നേ. ഇപ്പം ഷാക്ബേർ പറഞ്ഞൊരു എക്സാമ്പിൾ ഉണ്ട്. ഒരു ടീച്ചർ വന്ന് ഒരു ദിവസം അഡീഷൻ പഠിപ്പിക്കുന്നു, പിറ്റേ ദിവസം സബ്ട്രാക്ഷൻ പഠിപ്പിക്കുന്നു, പിറ്റേ ദിവസം മൾട്ടിപ്ലിക്കേഷൻ പഠിപ്പിക്കുന്നു, പിറ്റേ ദിവസം ഡിവിഷൻ പഠിപ്പിക്കുന്നു. ഞാനെല്ലാം പഠിപ്പിച്ചു തീർത്തു, പിള്ളേരെല്ലാം എക്സ്പേർട്സ് ആയി എന്ന് ഏതെങ്കിലും ടീച്ചർ പറഞ്ഞാൽ ആ ടീച്ചറിനാണ് എന്തോ കുഴപ്പമുണ്ടെന്ന് നമ്മൾ പറയുന്നത്. ടീച്ചർ ഇങ്ങനെ ആദ്യം ചെറിയ അഡീഷനൊക്കെ ഇട്ട് തരും, പിന്നെ കൂടുതൽ വലിയ സംഖ്യകളുടെ അഡീഷൻ, അതൊക്കെ കുറച്ച് നല്ല ഒത്തിരി പ്രോബ്ലംസ് ഇട്ട് വീണ്ടും വീണ്ടും ചെയ്യിപ്പിച്ച് പിന്നെ സബ്ട്രാക്ഷൻ പഠിപ്പിക്കും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അഡീഷൻ ഒന്നുകൂടെ റിവൈസ് ചെയ്യും, പിന്നെ അതെല്ലാം തറവായിട്ടേ പിന്നെ മൾട്ടിപ്ലിക്കേഷനിലോട്ട് പോകത്തുള്ളൂ, കഴിഞ്ഞിട്ടേ പിന്നെ ഡിവിഷനിലോട്ട് പോകത്തുള്ളൂ. എന്ന് വെച്ചാൽ വീണ്ടും വീണ്ടും ഒരേ കാര്യം തന്നെ പല പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് കൊച്ചുങ്ങൾക്കെല്ലാം കത്തുന്നത്. നമുക്ക് എല്ലാവർക്കും അങ്ങനെ നമ്മൾ ഒരു തവണ അഡീഷൻ പഠിപ്പിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് ഇനിയിപ്പോൾ അഡീഷൻ ഞാൻ പഠിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞാൽ എന്താ അത് എന്ന് പറയുന്നത് പോലെ നമ്മൾ ദൈവവചനം നമ്മൾ ഒരു കാര്യം തന്നെ പലതവണ നമ്മൾ വീണ്ടും വീണ്ടും ധ്യാനിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ അത് കുറച്ചുകൂടെ ആഴത്തിൽ പതിയാൻ അത് ഇടയാവുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നത്. അപ്പം എന്താണ് നമ്മൾ പറയുന്നത്? ഇപ്പം ഇത് മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എന്ന് തന്നെ പലർക്കും ഓർമ്മ തന്നെ കാണത്തില്ല. സാരമില്ല, നമ്മളെല്ലാം മനുഷ്യരാണ്. ഫിലിപ്പർ 1-ന്റെ 4-ാമത്തെ വാക്യം, ഇംഗ്ലീഷിൽ 6-ാമത്തെ വാക്യം നമ്മൾ കണ്ടത് എന്താ? നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ചത്. സോ ഹു ബിഗാൻ എ ഗുഡ് വർക്ക് ഇൻ യു, ജീസസ് ബിഗാൻ ദാറ്റ്. ഹി ഹു ബിഗാൻ എ ഗുഡ് വർക്ക് ഇൻ യു will perfect it until the day of Christ Jesus. I am confident of this very thing എന്ന് പൗലോസ് ഫിലിപ്പിയിലുള്ള വിശ്വാസികളെ കുറിച്ചുള്ള വലിയൊരു പ്രാഗൽഭ്യത്തോടെ, വലിയൊരു വിശ്വാസത്തോടെ പറയുക. എന്താ? നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ചു, യേശുക്രിസ്തുവിന് നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു. കർത്താവ് തികയ്ക്കണമെന്ന കർത്താവിൻ്റെ ആഗ്രഹം പലപ്പോഴും. പക്ഷേ നൂർമേനി ഫലം കായ്ക്കുന്നവരിൽ മാത്രമേ, അല്ലെങ്കിൽ ഡൂളോസ് അടിമദാസന്മാരായിരിക്കുന്നവരിൽ മാത്രമേ കർത്താവിന് ശരിക്കും പറഞ്ഞാൽ തികയ്ക്കാനൊക്കെ ഉള്ളൂ. ബാക്കിയുള്ളവരിലൊക്കെ 60% തികയ്ക്കുന്നവരുണ്ട്, 30% തികയ്ക്കുന്നവരുണ്ട്. എന്ന് പറഞ്ഞാൽ 60 മേനി ഫലം കായ്ക്കുന്നവരും 30 മേനി ഫലം കായ്ക്കുന്നവരും ഒക്കെ ഉണ്ട്. പക്ഷേ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ 100% ഫുള്ളായിട്ട് അങ്ങ് ജീസസിനെ അങ്ങ് സമർപ്പിക്കണം. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന സമയത്ത് ഒരു കൊച്ചു പയ്യനുണ്ടായിരുന്നു. കൊച്ചു പയ്യൻ എന്ത് ചെയ്തു? അമ്മ തനിക്ക് 5 അപ്പവും 2 മീനും കൊടുത്തയച്ചു. 5 ബാർലി ലോവ്സ് ആൻഡ് 2 ഫിഷസ്. അപ്പൊ എത്ര ജീസസിന് കൊടുത്തു? ജീസസിന് ഞാൻ 50% അങ്ങ് കൊടുത്തേക്കാം. 2.5 ബാർലി ലോവ്സും 1 ഫിഷും കൊടുത്തേക്കാം, ബാക്കി ഞാൻ കഴിച്ചിട്ട് ഇനിയിപ്പം ജീസസിന്റെ കൈ കൊടുത്താൽ ഇതെങ്ങനെ തിരിച്ചു കിട്ടുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് കുറച്ച് ഞാൻ എടുത്ത് വെച്ചിട്ട് ബാക്കി ജീസസിന് കൊടുത്തേക്കാന്ന് ആ കുഞ്ഞ് വിചാരിച്ചോ? ഇല്ല. കുഞ്ഞ് എന്ത് ചെയ്തു? എല്ലാം അങ്ങ് ജീസസിന് കൊടുത്തു. നമ്മളും അതുപോലെ അതുപോലെ 100 ഫോൾഡ് ഹാർവസ്റ്റ് നമ്മളെല്ലാം അങ്ങ് കർത്താവിന് കൊടുത്താൽ കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ ആ വേല തികയ്ക്കാനിരിക്കും. ഹി ക്യാൻ ബി ദ ആൽഫ ആൻഡ് ഒമേഗ ഇൻ ആർ ലൈഫ്. ഹി ഈസ് ദ ആൽഫ ആൻഡ് ഒമേഗ. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ആൽഫ ആൻഡ് ഒമേഗ. ഇപ്പം തന്നെ പല കാര്യങ്ങളും നമ്മൾ കർത്താവ് നമ്മളിൽ ദൈവം ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചു, പക്ഷേ കർത്താവിൻ്റെ ആഗ്രഹം എന്താ? അതങ്ങ് പൂർത്തീകരിക്കണം. യേശുവിനെ പോലെ നമ്മളെ പൂർണ്ണമായിട്ടും ആക്കി തീർക്കണം. ഗുഡ് ഗുഡ് ഗുഡ്, നല്ലത് 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 എന്ന് ഓരോ ദിവസവും പറഞ്ഞു വന്ന അവസാനം എന്ത് പറഞ്ഞു? വെരി ഗുഡ്. 31-ാം അധ്യായം, ബൈബിളിന്റെ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ നമ്മൾ പഠിക്കുന്നത് എന്താ? കർത്താവിന്റെ നാളിലെ വെരി ഗുഡ്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എൻ്റെ പിതാവിന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുവിൻ എന്ന് നമ്മളവിടെ മത്തായി 25-ാം അധ്യായത്തിലെ പാരബിളിലൊക്കെ
നമ്മൾ വായിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളുടെ ഫാമിലി പ്രയറിലൊക്കെ ഞങ്ങൾ ആ പോർഷൻ വായിച്ച കാര്യമൊക്കെ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അവർ നല്ലവന് വെരി ഗുഡ്. അപ്പം അവർ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ആൽഫ ആൻഡ് ഒമേഗ ആയിട്ട് മാറണം. കർത്താവ് ഇപ്പം നമ്മളുടെ ഇപ്പം പഠിത്തത്തിൻ്റെ കാര്യം, ഇപ്പം ചിലപ്പോൾ എക്സാം വരുന്ന ആൾക്കാർ, നീറ്റ് എൻട്രൻസ് എക്സാം വരുന്നു, അല്ലെങ്കിൽ വേറെ ചില ഇൻ്റർവ്യൂകൾ, ചില ടെസ്റ്റുകൾ, പല കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കുന്നു. അപ്പം ആ കാര്യത്തിലൊക്കെ ദൈവം എന്നെ ഇത്രയൊക്കെ സഹായിച്ചെങ്കിൽ കർത്താവ് അത് പൂർത്തീകരിക്കാൻ സഹായിക്കും എന്ന് നമ്മളങ്ങ് വിശ്വസിക്കുന്നു. നമ്മളിതിനെ താഴ്ത്തി കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കും. കർത്താവെ അവിടുന്ന് ഒരു നല്ല പ്രവൃത്തി. നമ്മളുടെ ഭൗതികമായിട്ടുള്ള നമ്മളുടെ ജോലി സ്ഥലത്തിൽ ചില ജോലികളൊക്കെ ഇന്ന ലൈനിനുള്ളിൽ ടാർജറ്റ് അച്ചീവ് ചെയ്യണം, പല കാര്യങ്ങളൊക്കെ. നമ്മളങ്ങ് കർത്താവെ അവിടുന്ന് എന്നെ അതെല്ലാം പൂർത്തീകരിക്കാൻ സഹായിക്കണം. ഇപ്പം പേഷ്യൻസിൻ്റെ ഒ പി വലിയ നീണ്ട ക്യൂ ഉണ്ട്. അപ്പം അവസാനത്തോളം പിടിച്ച് നിൽക്കാൻ കർത്താവ് എന്നെ സഹായിക്കണം. അവസാനത്തോളം പേഷ്യൻസിനോട് ദേഷ്യപ്പെടാതെ വളരെ സംയമനത്തോടെ, വളരെ സന്തോഷത്തോടെ, എന്നാൽ ചിലരോട് ഫേമായിട്ട് നല്ല ഡോസ് കൊടുക്കേണ്ടവരോട് കൊടുക്കണം. ചില ദേഷ്യത്തിലല്ല, ചിലർക്ക് അവർക്ക് കാര്യങ്ങളൊക്കെ ഒന്നും കാര്യം മനസ്സിലാവാൻ വേണ്ടി കൊടുക്കേണ്ടവർക്ക് കൊടുക്കണം. എന്ന് ഇങ്ങനെ ആ ഒരു സംയമനത്തോടെ ഇപ്പം നമ്മളുടെ ജോലിക്ക് ഇപ്പം ചിലപ്പോൾ 8 മണിക്കൂർ ഡ്യൂട്ടിക്ക് പ്രവേശിക്കുമായിരിക്കും. അപ്പം കർത്താവിൻ്റെ കൃപയിൽ തന്നെ ഈ ലോകത്തിന് കറയൊന്നും പെടാതിരിക്കാൻ ഇത്രയും സമയം എന്നെ സൂക്ഷിക്കണം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ നഴ്സിംഗ് ഡ്യൂട്ടി ആയിരിക്കും, ഡോക്ടറിൻ്റെ ഡ്യൂട്ടി ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും കടയിൽ ജോലിക്ക് നിൽക്കുമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ വേറെ എവിടെയെങ്കിലും നമ്മുടെ പല കാര്യങ്ങളും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വളരെ എനിക്ക് ഒത്തിരി എൻകറേജിങ് ആയിട്ടുള്ളൊരു വേഴ്സാണ് ഈ ഹീസ് ആൽഫ ആൻഡ് ഒമേഗ. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിലേക്ക് നോക്കുക. അത് ഞാൻ എപ്പോഴും കോട്ട് ചെയ്യുന്നത് പറയുന്നതിൻ്റെ കാരണം എന്താ, നമ്മളുടെ സ്വാഭാവികമായിട്ടുള്ള ടെൻഡൻസി എപ്പോഴും ഇപ്പം എൻ്റെ അടുത്ത് വരുന്ന സൈക്കാട്രിസ്റ്റ് ആയിട്ട് എൻ്റെ അടുത്ത് വരുന്ന ഒരു മിക്കവരും ഭയങ്കര ഒത്തിരി ആകുല ചിന്തയും എന്തുവാ ആങ്സൈറ്റി ആൻഡ് ഡിപ്രസീവ് സിംറ്റംസ്, ആകുല ചിന്തകളും ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ. അപ്പം ഈവൻ ദൈവമക്കളായിട്ടുള്ളവർ പോലും ഓഫ് കോഴ്സ് ദൈവമക്കളല്ലാത്തവരൊക്കെ വരുമ്പോൾ നമുക്ക് യേശു എന്നങ്ങ് ഡയറക്റ്റ് പറയുന്നത് അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പം അതുകൊണ്ട് നമ്മളങ്ങ് ദൈവത്തെങ്കിലേക്ക് അങ്ങ് നോക്കിയാൽ മതി, ദൈവത്തെങ്കിലേക്ക് ഭാരങ്ങളൊക്കെ ഇടുക എന്നൊക്കെ പറഞ്ഞ് കൂടുതൽ റിസപ്റ്റീവ് ആയിട്ട്. ഇപ്പം കുറച്ച് ചില ആൾക്കാർ, ഇപ്പം ചില ഹിന്ദുസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ വരുമ്പോൾ അവർ പറയും, അവരിങ്ങനെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞ ദിവസം ഒരു ഹിന്ദു ഫാമിലി, അപ്പം അവരിങ്ങനെ പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ തന്നെ അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ചെയ്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് അപ്പം സാധാരണ അങ്ങനെ ഹിന്ദുക്കൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്തൊന്നും, ഹിന്ദുക്കൾ ഈ നാമം ജപിക്കുന്ന സമയത്ത് അങ്ങനെ അല്ലെങ്കിൽ അതുപോലുള്ള വാക്കുകളായിരിക്കും. ഞാൻ ചോദിച്ചത് ഹിന്ദുസ് ആണോ അതോ ക്രിസ്ത്യൻസ് ആണോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ കൃപാസനത്തിലൊക്കെ പോകുന്നുണ്ട് ഡോക്ടറെ എന്നൊക്കെ പറഞ്ഞ് ഉടമ്പടി എടുക്കുന്നതായിരിക്കും. ശരിയാണ്, നമുക്ക് കൃപാസനത്തോടൊന്നും നമുക്ക് യാതൊരു യോജിപ്പുമില്ല. അവിടെ ഒത്തിരി ദുരുപദേശവും കത്തോലിക്ക അതുപോലുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ എങ്കിലും ആ ഒരു എന്താണ് പറയുന്നത്, ഒരു ഹൈന്ദവത്തിൽ നിന്ന് ആ ഒരു ഇതിലേക്ക് ഒരു അത്യാവശ്യം ഒരു വചനത്തോട് യേശുവിൻ്റെ കാര്യങ്ങളോടൊക്കെ കുറച്ചൊക്കെ ശരിയാണ്, അവിടെ ഒത്തിരി ദുരുപദേശങ്ങളും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ എങ്കിലും അതിലോടൊരു കുറച്ചൊരു എന്താണ് പറയുന്നത് ഓപ്പൺ ഹാർട്ട് ഉള്ളവരായതുകൊണ്ട് അപ്പം ഞാൻ പിന്നെ അപ്പം അങ്ങനെയാണെങ്കിൽ അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാൻ അവർക്ക് കുറച്ചുകൂടെ താല്പര്യമുള്ളവരത് മനസ്സിലായി. അപ്പോൾ യേശുവിനെ കുറിച്ചും കൂടെ ഒക്കെ ഒന്ന് പറഞ്ഞ് ഒന്നിനും ട്രാക്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് പ്രാർത്ഥിക്കട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, റിസപ്റ്റീവ് അല്ലാത്തവരോട് നമ്മൾ വളരെ ജ്ഞാനത്തോട് വേണം ഇന്നത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ മറ്റുള്ളവരോട് സുവിശേഷം തന്നെ പറയാനെന്ന് വെച്ചാൽ പല രീതിയിൽ അത് ഇൻ്റർപ്രറ്റഡ് ആകാം അവർ. അതുകൊണ്ട് റിസപ്റ്റീവ് ആയിട്ടുള്ളവരോട് കേൾക്കണമെന്ന് ആഗ്രഹമുള്ളവരോട് നമുക്ക് തീർച്ചയായിട്ടും അത് സെൻസ് ചെയ്ത് അവർ ജ്ഞാനത്തോടെ നമുക്ക് പറയാം. പക്ഷേ അത് വേറൊരു രീതിയിൽ എടുക്കുന്നവരോട് നമ്മൾ മുത്തുകൾ പന്നിക്കും നായ്ക്കൾക്കും ഒന്നും എറിഞ്ഞു കൊടുക്കരുതെന്ന് കർത്താവ് തന്നെ മത്തായി 7-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ 5-6 വാക്യങ്ങളിൽ കർത്താവ് പറയുന്ന കാര്യം നമുക്കറിയാം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ എന്താ, ആൽഫ ഇപ്പം ഇതുപോലെയൊക്കെയുള്ള വിഷാദവും ഉത്കണ്ഠയൊക്കെ എൻ്റെ കാരണം എന്താ, അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ, സംശയങ്ങൾ, ഭയങ്ങൾ, എൻ്റെ കാരണം വെച്ചാൽ ഒന്നുമില്ല, നമ്മളിലേക്ക് തന്നെ നോക്കുമോ, സാഹചര്യങ്ങളിലോട്ടോ വ്യക്തികളിലോട്ടൊക്കെ നോക്കി നമ്മുടെ ജഡത്തിനാണ് അവിടെ പ്രിഡോമിനൻസ്. പക്ഷെ നമ്മൾ എങ്ങോട്ടാണ് നോക്കേണ്ടത്? എല്ലാം ആൽഫ ആൻഡ് ഒമേഗ, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനും എന്ന് പറഞ്ഞാൽ എന്താ, ഓതർ ആൻഡ് ഫിനിഷർ ഓഫ് ദ ഫെയ്ത്ത്, ഓതർ ആൻഡ് പെർഫെക്റ്റർ ഓഫ് ഫെയ്ത്ത് എന്നാ അവിടെ എബ്രായർ 12-ന്റെ 2-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. ഫിക്സ് യുവർ ഐസ് ഓൺ ജീസസ് ദ ഓതർ ആൻഡ് ഫിനിഷർ ഓഫ് യുവർ ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ നമ്മളുടെ വിശ്വാസം ആരാ തുടക്കം കുറിച്ച്? കർത്താവ്. നമ്മളുടെ ഹൃദയമാകുന്ന ഒരു പുസ്തകത്തിൽ വിശ്വാസത്തിന്റെ ആദ്യത്തെ അധ്യായം തുടങ്ങിയതാരാ? ജീസസ്. അപ്പം ഇത് പൂർത്തിയാക്കാനും ആർക്കറിയാം? ജീസസിനറിയാം. നമ്മൾ എന്തേ ചെയ്യേണ്ടതായിട്ടുള്ളൂ? നമ്മളങ്ങ്
വിട്ടുകൊടുക്കേണ്ടതായിരുന്നു. യു ജസ്റ്റ് നീഡ് ടു കോഓപ്പറേറ്റ്. നമ്മൾ സഹകരിക്കണം കർത്താവിനോട്. കർത്താവിന്റെ കൈയെ പിടിച്ചിട്ട് ഞാൻ തന്നെ എഴുതിക്കോളാം, ഇനി കർത്താവ് കുറച്ച് എഴുതി ക്ഷീണിച്ചല്ലോ, അതുകൊണ്ട് ഞാൻ കൂടെ കർത്താവിനെ സഹായിക്കാന്ന് പറഞ്ഞ് നമ്മൾ എഴുതി കാക്കിരിപ്പൂക്കിരിയായി പോകും. പിന്നെ അത് കർത്താവിന് മായ്ച്ചു കളഞ്ഞു പിന്നെ എഴുതേണ്ടി വരും. അപ്പം ഞാനും കൂടെ ഒന്ന് സഹായിക്കാം. കർത്താവ് ഇങ്ങനെ നമ്മൾ ഈ കൊച്ചു പിള്ളേരെ എഴുതാൻ കൈ പിടിക്കുമ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബലം പിടിക്കും. അപ്പം പിന്നെ കർത്താവ് അങ്ങ് വിടും. അതിന്റെ പിന്നെയും കാക്കിരി പൂക്കിരിയാവും. കാക്കിരി പൂക്കിരി എന്ന് വെച്ചാൽ നമ്മൾ ഈ എഴുതുമ്പോൾ എ പോലെ ഇരിക്കും. അപ്പൊ പിന്നെ നമ്മൾ അതെല്ലാം മായ്ച്ചു കളഞ്ഞിട്ട് അല്ലെങ്കിൽ കർത്താവ് പറയാം, അങ്ങനെയാണെങ്കിൽ നീ ഒന്ന് കൈ ഒന്ന് അനങ്ങാതെ ഒന്ന് പിടിച്ചാൽ മതി, ഞാൻ എഴുതിക്കോളാം അന്ന് പറഞ്ഞ് നമ്മൾ അവസാനം കർത്താവേ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ലേ, അങ്ങേ കൂടാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എവിടെ പറയുന്നേ? യോഹന്നാൻ 15:5 എപ്പാർട്ട് ഫ്രം മീ യു ക്യാൻ ഡു നത്തിങ്. ജോൺ 15:5. അപ്പൊ അങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കർത്താവിൻ്റെ മുമ്പാകെ വരുമ്പോൾ, കർത്താവേ ഞാൻ എഴുതിയല്ല ഈ ഒരു കുളവാക്കി വെക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ തന്നെ ആൽഫ ആൻഡ് ഒമേഗ അങ്ങനെ തന്നെയാണ്. നമ്മൾ ഈ പറഞ്ഞു വരുന്നത് എന്താ? ആൽഫ ആൻഡ് ഒമേഗ ആണെന്നുള്ള കാര്യം ഇനി പറഞ്ഞു വരുന്നത്. കർത്താവ് നമ്മുടെ ജീവിതത്തിന്റെ ആൽഫ ആൻഡ് ഒമേഗ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏതൊരു പ്രശ്നമാകട്ടെ, ഏതെങ്കിലും ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ പഠനത്തിന്റെ കാര്യമാകാം, നമ്മുടെ ജോലിയുടെ കാര്യമാകാം, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ രോഗാവസ്ഥകൾ, ചിലർക്ക് പെട്ടെന്ന് ഒരു ക്യാൻസർ ഡയഗ്നോസിസ്, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു വല്ലാത്തൊരു രോഗം. അപ്പം കർത്താവെ അവിടുന്നാണ് എല്ലാത്തിൻ്റെയും തുടക്കം ഒടുക്കും എല്ലാം അവിടത്തേക്ക് അറിയാം. അതുകൊണ്ട് അങ്ങേലേക്ക് നോക്കുന്നു. അപ്പൊ ആ ഒരു കുഞ്ഞിന്റെ കൈ പിടിച്ചെഴുതെന്ന് പറഞ്ഞ പോലെ നമ്മളതുപോലെ കൈ അങ്ങ് സിമ്പിളായിട്ട് അങ്ങ് ഇട്ടുകൊടുത്താൽ കർത്താവിന് നന്നായിട്ട് അങ്ങ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് എഴുതാനൊക്കെ. അതായത് മുങ്ങിത്താഴുന്ന ഒരാളെ നമുക്ക് ആർക്കും അത് സംഭവിക്കാതിരിക്കട്ടെ. ഇപ്പൊ ഡ്രൗൺ ചെയ്യുക, മുങ്ങി താഴുന്ന സമയത്ത് ഒരാൾ രക്ഷിക്കാൻ വരുമ്പോൾ ആ രക്ഷിക്കാൻ വരുന്ന ആളെയും കൂടെ സഹായിക്കാൻ വേണ്ടി നമ്മൾ ബലം പിടിച്ചാൽ അയാൾ നമ്മളും കൂടെ ചിലപ്പം വെള്ളത്തിനടിയിൽ പോകും. പക്ഷെ എന്ത് ചെയ്യണം? നമ്മളങ്ങ് വെറുതെ അങ്ങ് ഒരു ബലവും പിടിക്കാതെ ഇരുന്ന പുള്ളിക്കാരനെ നമ്മളെ പൊക്കിയെടുത്തുകൊണ്ട് കരയ്ക്ക് കൊണ്ടുവരാൻ പറ്റും എന്ന് പറയുന്നത് പോലെ ആണ് നമ്മൾ ഈ ഒരു ലോകത്തിന്റെ ചെളിക്കുഴിയിൽ ഇങ്ങനെ മുങ്ങിത്താണുകൊണ്ടിരിക്കുമ്പോൾ, കർത്താവെ എന്നെ കൊണ്ട് പറ്റുന്നില്ല, കർത്താവെ സഹായിക്കണേ. ചിലപ്പോൾ ചില പാപത്തിന്റെ പ്രലോഭനങ്ങളിലൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും വീണു പോകുന്നുണ്ടായിരിക്കും. ചില കോപത്തിന്റെ, മോഹത്തിന്റെ, കയ്പിന്റെ, ആകുല ചിന്തകളുടെ, മറ്റുള്ളവരെ വിധിക്കുന്ന മനോഭാവം, നിഗളിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള പല അസൂയ, ആ ഒരു മനുഷ്യമാനം തേടുന്നത്, അങ്ങനെയൊക്കെയുള്ള പല പരാതിയും വെറുവെറുപ്പും, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളിലൊക്കെ നമ്മളിങ്ങനെ വീണുഴലുമ്പം, കർത്താവെ വീണ്ടും വീണ്ടും ഞാൻ ഇങ്ങനെയുള്ള ചിന്തകളിലേക്ക്, ഇങ്ങനെയുള്ള നോട്ടങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രവൃത്തികളിലേക്ക് വീണു പോവുകയാണല്ലോ, എന്നെ സഹായിക്കണമേ എന്നുള്ളൊരു നിസ്സഹായതയോടെ നമ്മൾ എന്ത് പറയണം? കർത്താവെ യു ആർ ദ ആൽഫ ആൻഡ് ഒമേഗ. അതാ അതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ. അവിടെ നിന്നാണ് അതിന്റെ തുടക്കവും ഒടുക്കവും. വിശ്വാസത്തിന്റെ നായകനും ഓഥർ, ആ ഒരു ഓഥർ ആൻഡ് പെർഫെക്റ്റർ എന്നുള്ള ആ ഒരു വാക്കൊക്കെ നമ്മുടെ അന്ന് എബ്രായ പഠനം പണ്ട് നമ്മൾ ഇംഗ്ലീഷിൽ ജ്യോതിസ് ബൈബിൾ സ്റ്റഡി എന്ന് പറഞ്ഞ് നമ്മൾ പണ്ട് കോവിഡ് സമയത്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഓഥർ ആൻഡ് പെർഫെക്റ്റർ എന്ന് പറയുമ്പം, ഓഥർ എന്നുള്ളൊരു വാക്ക് ക്യാപ്റ്റൻ എന്നുള്ള വാക്കാണ്. ക്യാപ്റ്റനും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്ന ഒരു പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതെ. അതായത് ആർഹിഗാസ് എന്നുള്ളൊരു വാക്കാ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആർഹിഗാസ്. ആർഹേ ആർഹേ എന്ന് പറഞ്ഞാൽ ബിഗിനിങ്. ആർക്കി ടൈപ്പ്, ആർക്കിയോളജി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അത് ബിഗിനിങ്, വൺ ഹൂ ബിഗിൻസ്. ആർഹേ, എഗോ അല്ലെങ്കിൽ അഗോ എന്ന് പറഞ്ഞാൽ ടു ലീഡ്, ടു ഗോ. ആർഹിഗാസ്, ഓദർ, നായകൻ, വിശ്വാസത്തിന്റെ നായകൻ എന്നുള്ള ആ വാക്ക്, ഗ്രീക്കിലെ നായകൻ ഉള്ള ആ വാക്ക് ഓദർ എന്ന് ഇംഗ്ലീഷിൽ രചയിതാവ് എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഓദർ, അതാണ്. അപ്പൊ അത് എന്താ, ആ ഒരു വാക്കിന് അങ്ങനെ പല അർത്ഥങ്ങളുണ്ട്. ആർഹിഗാസ് എന്നുള്ള വാക്ക് ചീഫ് ലീഡർ, പ്രിൻസ്, പ്രിൻസ് ഓഫ് ഗ്ലോറി എന്നൊക്കെ നമ്മൾ 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിലൊക്കെ വായിക്കുമ്പം, 1 കൊരിന്ത്യർ 2-ലാണെന്ന് തോന്നുന്നു, ആ ഒരു ജീവന്റെ പ്രിൻസ് ഓഫ് ഗ്ലോറി, ജീവന്റെ ഉടയവനെ, ദ ലോർഡ് ഓഫ് ഗ്ലോറി, യു ഹാവ് ക്രൂസിഫൈഡ് ദ ലോർഡ് ഓഫ് ഗ്ലോറി എന്ന് 1 കൊരിന്ത്യർ 2:8 നമ്മൾ വായിക്കുമ്പോൾ തേജസ്സിന്റെ കർത്താവിനെ എന്നൊക്കെ നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. അവിടെ അപ്പോസ്തലപ്രവൃത്തികളിലും അതുപോലുള്ള വാക്കുകളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ആ ഒരു അപ്പോസ്തലപ്രവൃത്തികൾ 3-ാം അധ്യായത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഒരു തേജസ്സിന്റെ കർത്താവ് എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിലേക്ക് വരുവാണെങ്കിൽ അവിടെ എവിടെ നമ്മളിവിടെ വായിക്കുന്നേ?
നിങ്ങൾ തേജസ്സിൻ്റെ പ്രിൻസ് ഓഫ് ലൈഫ്, അതാ 3:12. അവിടെ പ്രിൻസ് ഓഫ് ലൈഫ്, ആ പ്രിൻസ് എന്നുള്ള ഉപയോഗിച്ചിരിക്കുന്ന പുസ്തകത്തിൽ 3:10-15 പ്രിൻസ് എന്ന് ഉപയോഗിച്ചിരിക്കുന്ന പദവും ഈ ആർഹിഗാസ 15ാമത്തെ വാക്യം. ഇംഗ്ലീഷിൽ 15, മലയാളത്തിൽ ജീവനായകനെ 14ാമത്തെ വാക്യമാണ്. ജീവനായകനെ കൊന്നുകളഞ്ഞു. പത്രോസ് അവിടെ യഹൂദന്മാരോട് സുവിശേഷം പറയുക, നിങ്ങൾ ജീവനായകനെ, ജീവന്റെ നായകനെ, പ്രിൻസ് ഓഫ് ലൈഫ്. ആ പ്രിൻസ് എന്നുള്ള പദം എന്താ? ആർഹിഗാസ് എന്നുള്ള. ഇപ്പം നായകൻ തന്നെ അവിടെ മലയാള സത്യവേദ പുസ്തകത്തിൽ നായകൻ ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്ന പദമാണ് തന്നെ. ഇപ്പം പ്രിൻസ്, ക്യാപ്റ്റൻ, ക്യാപ്റ്റൻ ഓഫ് സാൽവേഷൻ. ഇപ്പം അപ്പോസ്തലർ 3:15 നമ്മൾ കണ്ടു. അപ്പോസ്തലർ തന്നെ 5:31 ഈ ആർഹിഗാസ് ഉണ്ട്. 5:31 വായിക്കുവാണെങ്കിൽ പ്രിൻസ് ആൻഡ് സേവിയർ എന്ന ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. പ്രഭുവായും രക്ഷിതാവായും തൻ്റെ വലം കൈയാൽ ഉയർത്തിയിരിക്കുന്നു. പ്രഭു എന്ന അവിടെ ആർഹിഗാസ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ എബ്രായർ 2:10 നമുക്കറിയാം, ക്യാപ്റ്റൻ ഓഫ് സാൽവേഷൻ, നമ്മുടെ രക്ഷാനായകനെ അനേക കഷ്ടങ്ങളാൽ തികയ്ക്കുവാന് ദൈവത്തിന് പ്രസാദമായി എന്നാണ് നമ്മളവിടെ എബ്രായർ 2:10 വാക്യം. ടു പെർഫെക്റ്റ് ദ ഓഥർ ഓഫ് ദിയർ സാൽവേഷൻ, 10ാമത്തെ വാക്യം. അവരുടെ രക്ഷാനായകനെ, ആ നായകൻ അവിടെ ആർഹിഗാസ് എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ എന്തായി പറഞ്ഞു വരുന്നത്? ചീഫ് ലീഡർ, പ്രിൻസ്, ഓഥർ, ക്യാപ്റ്റൻ, പൈനിയർ. പൈനിയർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്ഥലത്തേക്ക് ആദ്യമായിട്ട് പോകുന്ന ഒരാളെ പൈനിയർ എന്ന് പറയുന്നത്. പൈനിയർ മിഷൻസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പം അത് ആർഹിഗാസ്, ആ ഒരു പദം. അപ്പം നമ്മളുടെ ജീവിതത്തിൽ എല്ലാം തുടക്കം കുറിക്കുന്നവൻ എന്നുള്ളൊരർത്ഥമാണ്. അതാ ഓഥർ, രചയിതാവ്, ക്യാപ്റ്റൻ, നായകൻ എന്നൊക്കെയുള്ളൊരു വാക്ക്. ബിഗിനർ, തുടക്കം മലയാളത്തിൽ എങ്ങനെ? വിശ്വാസ നായകൻ, വിശ്വാസ നായകനും പൂർത്തി വരുത്തുന്നവൻ എന്നുള്ള വാക്കാണ് അവിടെ. ആ ഓഥർ ആൻഡ് പെർഫെക്റ്റർ, ഓഥർ ആൻഡ് പെർഫെക്റ്റർ ഓഫ് യുവർ സാൽവേഷൻ. ആ പെർഫെക്റ്റ് 2ാധ്യായത്തിൽ നമ്മൾ അവിടെ പെർഫെക്റ്റർ എന്നുള്ള വാക്ക് എന്താ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? ടീലിയോട്ടസ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫിനിഷർ എന്നുള്ളൊരു പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ടീലിയോ എന്ന് പറഞ്ഞാൽ ടു മേക്ക് പെർഫെക്റ്റ്. ടീലിയോസ് എന്ന് പറഞ്ഞാൽ ഫിനിഷ്ഡ് എന്നൊക്കെയുള്ളൊരു അർത്ഥം. ടീലോമിയർ എന്നൊക്കെ ബയോളജി പഠിച്ചിട്ടുള്ളവർ കേട്ടിട്ടുണ്ടായിരിക്കും. ടീലോസ് എന്ന് പറഞ്ഞാൽ എൻഡ്, ടെർമിനേഷൻ എന്നൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ എന്താ? അത് പൂർത്തി വരുന്നത്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഹീസ് ദ ആൽഫ ആൻഡ് ഒമേഗ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻട്രഡക്ഷനായിട്ട് വെളിപാട് പുസ്തകം ഒത്തിരി കാര്യങ്ങളൊക്കെ ഇന്നൊരു ഓട്ടപ്രദക്ഷിണം നടത്തി ഇഞ്ഞ് വന്നിട്ട് നമ്മൾ എന്തോ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ കർത്താവാണ് ആർഹിഗാസ് ആൻഡ് ദ ടീലിയോട്ടസ്. കർത്താവാണ് എന്താ? നായകനും പൂർത്തി വരുത്തുന്നവനും. നമ്മളിൽ ഒരു നല്ല പ്രവൃത്തി ചെയ്തവൻ അത് തികയ്ക്കാൻ അവിടത്തേക്ക് കഴിയും. നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മളൊരു കൊച്ചുകുഞ്ഞിനെ പോലെ ഈ മുങ്ങി താഴുമ്പോൾ രക്ഷിക്കാൻ വരുന്നവനെ നമ്മൾ നീന്തൽ പഠിപ്പിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല. നമ്മൾ എന്തായാലും മുങ്ങി താണുകൊണ്ടിരിക്കുക. കർത്താവേ, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, അവിടെ നിന്ന് തന്നെ ഈ പാപത്തിന്റെ ആഴക്കയത്തിൽ നിന്ന് തന്നെ കരകയറ്റണേ എന്ന് പറഞ്ഞ് കർത്താവിനെ ചാരുക. പിന്നെന്താ? നമ്മളെ വിശ്വാസ നായകനും പൂർത്തി വരുത്തുന്ന രചയിതാവാണ്. ഒരു ബുക്ക് എഴുതുന്നത് പോലെ കർത്താവ് എഴുതാൻ തുടങ്ങിയ വിശ്വാസം നമ്മളുടെ ഹൃദയപലകമേൽ പരിശുദ്ധാത്മാവാകുന്ന വിരൽ വെച്ച് എഴുതി തുടങ്ങിയിരിക്കുക. പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ വിരലാണ് പരിശുദ്ധാത്മാവ് എന്നൊക്കെയുള്ള ആ ഒരു കാര്യമൊക്കെ നമ്മൾ സുവിശേഷങ്ങളിൽ നിന്ന് കണ്ടിട്ടുണ്ട്. ദൈവരാജ്യം, ഭൂതങ്ങൾ പുറത്താക്കപ്പെടുന്നുണ്ടെങ്കിൽ ദൈവരാജ്യം ദൈവത്തിന്റെ വിരൽ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് ഒരു സുവിശേഷത്തിൽ പറയുന്നുണ്ടെങ്കിൽ മറ്റേ സുവിശേഷത്തിൽ എന്താ പറയുന്നേ? ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷവും ആ 2 വാക്യങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കി? ദൈവത്തിന്റെ വിരലെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ്. ദൈവത്തിന്റെ വിരൽ വെച്ചാണ് കൽപ്പലകമേല് 10 കൽപ്പന എഴുതി തന്നെ. അപ്പൊ അത് ദൈവത്തിന്റെ വിരലാകുന്ന പരിശുദ്ധാത്മാവിനാലാണ് അവിടെ കൽപ്പലകമേല് അത് അന്ന് പഴയ നിയമം എഴുതപ്പെട്ടതെങ്കിൽ ഇന്ന് ഹൃദയപലകമേൽ നമ്മളുടെ കല്ലുപോലുള്ള ഹൃദയത്തെയൊക്കെ മാറ്റി മാംസമായുള്ള ഒരു ഹൃദയത്തെയാണ് നമുക്ക് പുതിയ നിയമത്തിൽ തന്നിരിക്കുന്നതെന്നാണ് എഹെസ്കേൽ 36:26 നമ്മൾ വായിക്കുന്നത്. അപ്പൊ ആ ഹൃദയപലകമേല് കർത്താവ് ഈ വിശ്വാസം എഴുതാൻ തുടങ്ങി. അപ്പൊ അത് പൂർത്തിയാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ തന്നെ ഒരു പൂജ്യമായിട്ട്, ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ 0 ആയിട്ട്, വട്ടപൂജ്യം നമ്മളെപ്പോഴും പറഞ്ഞത് എന്തിനാ? ഹ്യൂമിലിറ്റി ഈസ് എ സീക്രട്ട് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. നമ്മളെ തന്നെ അങ്ങ് താഴ്ത്തി കർത്താവിനുപയോഗ കർത്താവെ അവിടുന്ന് തന്നെ അവിടത്തേക്ക് കർത്താവെ ഏറ്റവും സോ ദാറ്റ് യു കൻ ഫീൽ അറ്റ് ഹോം ഇൻ മൈ ലൈഫ്. എൻ്റെ
ജീവിതത്തിലെ സ്വന്തം ഭവനത്തിൽ എന്ന പോലെ അവിടത്തേക്ക് താമസിക്കാൻ തക്കവണ്ണം ഞാൻ എന്നെ തന്നെ സമ്പൂർണ്ണമായിട്ടും താഴ്ത്തി ഏൽപ്പിക്കുന്നു. അവിടുത്തെ ആത്മാവിനെ എല്ലാം നിറയ്ക്കണം, എന്നെ ശക്തിപ്പെടുത്തണം. യു ആർ ദ ആൽഫ ആൻഡ് ഒമേഗ. ഈ കർത്താവ് ആൽഫയാണ്, ഞാൻ പിന്നെ അങ്ങ് ഒമേഗ ആയിക്കൊള്ളാം, ഞാൻ തന്നെ ഇതങ്ങ് പൂർത്തീകരിച്ചുകൊള്ളാം എന്ന് പറഞ്ഞാൽ ജഡത്തിൽ ആത്മാവിൽ തുടങ്ങി ജഡത്തിൽ അവസാനിക്കുന്നു എന്ന് പറയുന്നത് വരെ. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ മീറ്റിങ്ങിന്റെ തുടക്കത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വളരെ ആക്റ്റീവായിട്ടിരിക്കുക, മീറ്റിങ്ങിന്റെ അവസാനമാകുമ്പോഴത്തേക്ക് ഇളയ ആള് ചിലപ്പോൾ കിടന്ന് ഉറങ്ങിപ്പോയപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറയും, ഓ ആത്മാവിൽ തുടങ്ങിയിട്ട് ജഡത്തിൽ അവസാനിപ്പിച്ചല്ലോ. തമാശക്ക് പറഞ്ഞാൽ കുഞ്ഞുങ്ങളാകുമ്പോൾ ചിലപ്പോൾ അവർ ഉറങ്ങിപ്പോകാം, അവർ നേരത്തെ ഫ്രഷ് ആയിട്ടിരുന്നില്ലെങ്കിൽ. പക്ഷേ അത് എവിടെ പറയുന്ന ആ വാക്യം? ആത്മാവിൽ തുടങ്ങി നിങ്ങൾ ജഡത്തിൽ അവസാനിപ്പിക്കുകയാണെന്ന് വെറുതെ അങ്ങ് പറഞ്ഞതാണോ? ആര് പറഞ്ഞത് ആദ്യം? പരിശുദ്ധാത്മാവ് പൗലോസിലൂടെ പറഞ്ഞത് എവിടാ? ഗലാത്യർ 3-ാം അധ്യായത്തില്. ഗലാത്യർ 3-ാം അധ്യായത്തിലെ വാക്യം. അതായത് ഗലാത്യ ക്രിസ്ത്യാനികൾ, അപ്പം നമ്മളങ്ങ് കർത്താവ് ഒരു നല്ല പ്രവൃത്തി തുടങ്ങി കർത്താവിനെ അങ്ങ് പൂർത്തീകരിച്ചോളും, നമ്മൾ വെറുതെ ഒന്നും ചെയ്യണ്ട എന്നും ഒന്നും ചെയ്യണ്ട എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ സ്വയത്തിലൊന്നും ചെയ്യണ്ട, മറിച്ച് നമ്മളതിനെ കർത്താവിനായിട്ട് ഏൽപ്പിച്ചു വിടുകയാണ്. പക്ഷെ നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് ഫുൾഫിൽഡ് ആവും എന്ന് പറഞ്ഞാൽ പൗലോസ് എന്താ ഇവിടെ പറയുന്നത്? ഗലാത്യർ 3-ാം അധ്യായത്തിന്റെ 3-ാം അധ്യായത്തില് അവിടെ പൗലോസ് നല്ല ഡോസാ കൊടുക്കുന്നത്. യു ഫുളിഷ് ഗലേഷ്യൻസ്, ബുദ്ധിയില്ലാത്ത ഗലാത്യരെ. അപ്പം പൗലോസിനോട് നമ്മൾ ഇന്ന് പറയുക, അയ്യോ പൗലോസേ, നീ മത്തായി 5-ാം അധ്യായം വായിച്ചില്ലേ? ബുദ്ധിയില്ലാത്തത് മുഴുവന്മാരെ മടയന്മാരെ എന്നൊക്കെ വിളിക്കരുത്, അഗ്നി നരകത്തിന് യോഗ്യരാകും എന്നൊക്കെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പൗലോസ് എന്ത് പറയും? ഓ യു ഫുളിഷ് ബ്രദർ സിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പൗലോസ് പറയുന്നല്ല ഞാൻ പറയുന്നത്. യാക്കോബ് 1:20 എന്താ പറയുന്നത്? മാനുഷിക കോപം, മനുഷ്യന്റെ കോപം ദൈവനീതി നിവർത്തിക്കുന്നില്ല. കർത്താവ് അവിടെ മനുഷ്യന്റെ കോപത്തിലുള്ള മൂടാമടയ എന്നൊക്കെ പറഞ്ഞ് നമ്മള് ആ ഒരു നമ്മളുടെ സ്വയത്തിലുള്ളൊരു കോപത്തിന്റെ കാര്യം കർത്താവ് അവിടെ മത്തായി 5:22-23 വാക്യങ്ങൾ നമ്മളവിടെ വായിക്കുന്നു. നമ്മളുടെ ഒരു കോപം, നമ്മളെ ആരെങ്കിലും മിസ്ട്രീറ്റ് ചെയ്തു, നമ്മളെ ആരും വേണ്ടവണ്ണം പരിഗണിച്ചില്ല, അത് നമുക്ക് കുറച്ച് ദേഷ്യം വന്നു, അപ്പം നമ്മൾ ഫ്യൂസ് ഊരിപ്പോയി എല്ലാം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് നമ്മള് ബീഫൽസ് രൂപിയായിട്ട് ആയിപ്പോകുന്ന രംഗം, ആ ഒരു കാര്യമല്ല, അതൊക്കെ മനുഷ്യന്റെ കോപം. പക്ഷെ ഇവിടെ പൗലോസ് പറയുന്നത് ദൈവകോപമാണ്. ദൈവികമായ ഒരു സീൽ ഫോർ ദ ഹൗസ് ഹസ് കൺസ്യൂം മീ. ദൈവത്തോടുള്ള തീക്ഷ്ണത, എൻ്റെ ദൈവത്തിന് ആലയത്തിന് വേണ്ടിയുള്ള തീക്ഷ്ണത എന്നെ ദഹിപ്പിച്ചു കളഞ്ഞു, എന്നെ തിന്നു കളഞ്ഞു. അങ്ങനെയല്ലേ നമ്മളവിടെ ഞാനിവിടെ ഒരു വിരൽ വെച്ചുകൊണ്ട് യോഹന്നാൻ 2:17 പോവുക. ദ സീൽ ഫോർ ദ ഹൗസ്, മലയാളത്തിൽ എങ്ങനെ എക്സാക്ട്ലി എഴുതിയിരിക്കുന്നത് ഞാൻ ഒന്ന് നോക്കിക്കോട്ടെ. അത് സങ്കീർത്തനത്തിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് യോഹന്നാൻ 2:17 കർത്താവ് പറയുന്ന ഒരു വാക്യമാണ്. ദ സീൽ, കർത്താവിടെ ദേവാലയത്തെ ചാട്ടവാറ വെച്ച് ശുദ്ധമാക്കുമ്പം കർത്താവ് അത് ചെയ്ത് കണ്ടപ്പം ഡിസൈപ്പിൾസ് റിമെമ്പേർഡ്, ശിഷ്യന്മാർ ഓർത്തു. യോഹന്നാൻ 2:17 സീൽ ഫോർ യുവർ ഹൗസ് വിൽ കൺസ്യൂം മീ. 17-ാമത്തെ വാക്യം, സങ്കീർത്തനം 69:69 എന്നുള്ളൊരു ഉദ്ധരണിയാണ്, കൊട്ടേഷനാണത്. അപ്പോൾ അവന് ശിഷ്യന്മാർ, നിന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവ് എന്നെ തിന്നു കളയുന്നു. ആ ആലയത്തെക്കുറിച്ചുള്ള, ദൈവസഭയെക്കുറിച്ചുള്ള എരിവിനാലാണ് പൗലോസ് അത് പറയുന്നത്. അല്ലാതെ അവരോട് എന്തെങ്കിലും വ്യക്തിവൈരാഗ്യം ഉണ്ടായിട്ടില്ല. യു ഫൂളിഷ് ഗലേഷ്യൻസ്. എവിടെ നമ്മളിപ്പം തിരിച്ചെത്തിയത്? ഗലാത്യർ 3:1 വാക്യം. അതായത് കർത്താവ് ആൽഫയാണ്, പക്ഷെ കർത്താവ് ഒമേഗ ആവണം. ഒമേഗ ആയില്ലെങ്കിൽ ആത്മീയ പിതാവായ പൗലോസിന്റെ ആ ഒരു വലിയ തീക്ഷ്ണത, നിങ്ങളുടെ ക്രിസ്തു ഇനിയും രൂപപ്പെടണം, ക്രിസ്തു ഉരുവാകുവോളം അല്ലെങ്കിൽ ക്രിസ്തു രൂപപ്പെടുവോളം ഞാൻ വീണ്ടും പ്രസവവേദനപ്പെടുന്നു എന്നാണ് ഇതേ ഗലാത്യർ 4:19 പൗലോസ് വിലപിക്കുന്നത്, കരയുന്നത്. ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തു എവിടാ ഉള്ളത്? 3:1 ഗലാത്യർ. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനെ നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കാട്ടിയിരിക്കും, നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആരാ ഇത്? ക്ഷുദ്രം ചെയ്ത് നിങ്ങളെ ബിവിച്ച് ചെയ്തത് ആരാണ്? നിങ്ങൾക്ക് ഏതാണ്ട് ക്ഷുദ്രപ്രവൃത്തി ചെയ്ത് അഭിചാരം ചെയ്ത് മയക്കിയതാണോ എന്ന് തക്കവണ്ണം പൗലോസ് അവരോടുള്ള ഒരു തീക്ഷ്ണമായ സ്നേഹത്തോടെ, എരിവോടെ ചോദിക്കുക. ഞാൻ ഇതൊന്നും മാത്രം നിങ്ങളോട് ഗ്രഹിക്കുവാൻ ഇച്ഛിക്കുന്നു, നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയുടെ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ. നിങ്ങൾ എത്ര ബുദ്ധി കെട്ടവരോ, ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് അവിടെ നമ്മൾ എത്തിയത് എന്താ? ഗലാത്യർ 3:3 ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടോ സമാപിക്കുന്നത്. അതാ നമ്മൾ വായിക്കുന്നത്. ഐ സോ ഫൂളിഷ് ഹാവിങ് ബിഗൺ ബൈ ദ സ്പിരിറ്റ്. വീണ്ടും ജനിച്ചു, പരിശുദ്ധാത്മാവിനാൽ ദൈവം ഒരു പ്രവൃത്തി ആരംഭിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പം ആർ യു നൗ ബീങ് പെർഫെക്റ്റഡ് ബൈ ദ ഫ്ലാഷ്. ഇനിയിപ്പം അന്ന് ഗലാത്യ ക്രിസ്ത്യാനികൾ ചില യഹൂദന്മാരുടെ ഉപദേശമൊക്കെ കേട്ട്, പല തെറ്റിക്കുന്ന യഹൂദ ക്രിസ്ത്യാനികളുടെയൊക്കെ പല ഉപദേശമൊക്കെ കേട്ട്, ഇനി പരിച്ഛേദനയും കൂടെ ചെയ്താലേ
സ്വയത്തിൻ്റെ ഒരു പ്രവൃത്തി കൂടെ ചെയ്താലേ ദൈവത്തിൻ്റെ നീതി ലഭിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ദുരുപദേശമൊക്കെ പറഞ്ഞപ്പോൾ പൗലോസ് ആ ഒരു ഗോസ്പലിൻ്റെ ആ ഒരു സുവിശേഷത്തിൻ്റെ നിർമ്മലതയ്ക്കായിട്ട് പോരാടിക്കൊണ്ട് അതുപോലെ നല്ല ഡോസ് കൊടുത്തുകൊണ്ട് അവർ അത്രയും അവരോടുള്ള ഒരു സ്നേഹവും തീക്ഷ്ണതയും ഉള്ളതുകൊണ്ട് താൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുന്നു. ഹി ലവ്സ് ഹി റെബ്യൂക്സ് ആൻഡ് റിപ്രൂവ്സ് എന്ന് അവിടെ നമ്മൾ വായിച്ചേ. വെളിപ്പാട് 3:19 എബ്രായർ 12 നമ്മളത് വായിക്കുന്നുണ്ട്. കർത്താവ് സ്നേഹിക്കുന്നവരെയാ ശാസിക്കുന്നത്. അത് സദൃശവാക്യം 3 നിന്നുള്ളൊരു ഉദ്ധരണിയാണ്. അപ്പം ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞാൽ അതുപോലെ തീക്ഷ്ണതയോടെ പറയുമോ, നിങ്ങൾ ആത്മാവിൽ ആരംഭിച്ചിട്ട് ജഡത്തിൽ സമാപിക്കുന്നുവോ? ജഡത്തിലാണോ നിങ്ങളത് പൂർത്തീകരിക്കാൻ നോക്കുന്നത്? അപ്പം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ആൽഫയും ഒമേഗ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണോ നാം കർത്താവിനെ സ്വീകരിച്ചത് അതുപോലെ തന്നെ കർത്താവിൽ അങ്ങ് നടക്കുവിൻ എന്നാണ് ഞാൻ ആ വാക്യം കൂടെ വായിച്ച് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. കൊളോസ്യർ 2 അതാണ് നമ്മൾ വായിക്കുന്നത്. കൊളോസ്യർ 2 അങ്ങനെ ഒരു വാക്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിൻ്റെ 6 വാക്യം, ആകയാൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടക്കുവിൻ. നിങ്ങൾ എങ്ങനെയാണോ യേശു കർത്താവിനെ കൈക്കൊണ്ടത് അതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ അങ്ങ് നടക്കുവിൻ എന്നുള്ളൊരു കാര്യമാണ് നമ്മളവിടെ വായിക്കുന്നത്. യേശുവിനെ കൈക്കൊണ്ടത് എന്താ? നമ്മുടെ സ്വയത്തിൻ്റെ എന്തോ പ്രവൃത്തിയിലാണ്. ഞാൻ എന്തോ വലിയ നല്ല പ്രവൃത്തികളൊക്കെ ചെയ്തു, ഞാൻ വലിയ നീതിമാനാ, അതുകൊണ്ട് ഞാൻ കർത്താവിൻ്റെ എന്നെ കർത്താവിൻ്റെ മകനാക്കി മാറ്റി, മകളാക്കി മാറ്റി എന്നാണ്. ഇല്ല, മറിച്ച് കർത്താവെ, ഞാനൊരു നീച പാപിയാം, നിത്യനരകത്തിന് മാത്രമേ ഞാൻ യോഗ്യതയുള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ ആ നിസ്സഹായതയിൽ കർത്താവിലേക്ക് വന്നു അങ്ങനെ അങ്ങ് കർത്താവിനെ കൈക്കൊണ്ടു. അപ്പം അതുപോലെ നിങ്ങൾ കർത്താവ് യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ തന്നെ അവൻ്റെ കൂട്ടായ്മയിൽ അങ്ങ് നടന്നാൽ മതി. അവനോട് കൈപിടിച്ച്, കർത്താവിൻ്റെ വിരൽ പിടിച്ച്, കർത്താവിൻ്റെ കരം പിടിച്ച് അങ്ങ് നടന്നാൽ മതി. Therefore, as you have received Christ Jesus the Lord, so walk in him. ആ ഒരു നിസ്സഹായതയോടെ കർത്താവെ, എനിക്ക് തന്നെ നടക്കാൻ പറ്റത്തില്ല, അങ്ങേ ചാരി സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിൻ്റെ പാതയിൽ. യേശുവിൽ ചാരി. മണവാട്ടിയെ കുറിച്ച് ഉത്തമഗീതം 8 5 വാക്യത്തിലേക്ക് ഞാൻ എടുക്കുന്നില്ല, അവസാന വാക്യം ഞാൻ പറഞ്ഞതുകൊണ്ട്. എന്താ, മരുഭൂമിയിൽ ചാരി വരുന്ന പ്രിയന്റെ മേൽ ഈ മരുഭൂമിയിൽ ചാരി വരുന്നവൾ ഇവളാര് എന്ന് പറയുന്നത്. അതുപോലെ ഒരു കർത്താവ് ഇതങ്ങ് പെർഫെക്റ്റ് ചെയ്യാൻ വേണ്ടി ഓരോ ദിവസവും നമ്മളുടെ ജീവിതാവസാനത്തിൽ തികയ്ക്കുന്നത് മാത്രമല്ല, കർത്താവ് നമ്മുടെ ദിവസത്തിൻ്റെയും ആൽഫയും ഒമേഗയും കർത്താവായിരിക്കണം. നമ്മളെ ദിവസം തുടങ്ങുന്നത് കർത്താവേ, യേശുവേ, പിതാവേ, ഡാഡ്, കർത്താവെ, അപ്പച്ച എന്ന് വിളിച്ചുകൊണ്ട് സ്വർഗത്തിലെ അപ്പച്ചനോട് സംസാരിച്ചുകൊണ്ടാണ് നമ്മൾ ദിവസം തുടങ്ങണ്ടേ. ദിവസം മൊത്തവും അങ്ങനെ കർത്താവിനോടുകൂടി നടന്ന് അവസാനം കർത്താവെ, എല്ലാം മുഖത്തോടത്തേക്ക് തരുന്നു എന്ന് പറഞ്ഞ് ഈ ദിവസം അങ്ങേര് തന്നെ പൂർത്തീകരിക്കാൻ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് പൂർത്തീകരിക്കും. അതുപോലെ നമ്മൾ ഒരു പ്രവൃത്തി തുടങ്ങും, നമ്മളിപ്പോൾ പഠിക്കാനിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മളൊരു ജോലി തുടങ്ങാനിരിക്കുന്നു, അല്ലെങ്കിൽ OP-യിൽ പേഷ്യൻസിനെ നോക്കാനിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ചില ഫയലുകൾ നോക്കാനിരിക്കുന്നു, ചില IT റിലേറ്റഡ് ജോബ് ആയിരിക്കും അത്, നമ്മൾ ഓരോ പ്രോജക്റ്റും കാര്യങ്ങളും ചെയ്യാനിരിക്കുന്നു. എല്ലാം ലോർഡ്, യു ആർ ദ ആൽഫ ആൻഡ് ഒമേഗ. ഇതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ അങ്ങ് എല്ലാമായിട്ട് എൻ്റെ കൂടെ ഇരിക്കണേ. ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ, നമ്മളിപ്പം അവിയലുണ്ടാക്കാൻ തുടങ്ങുന്നു, തോരൻ ഉണ്ടാക്കാൻ തുടങ്ങുന്നു, അതും കർത്താവ്, യു ആർ ദ ആൽഫ ആൻഡ് ഒമേഗ, എന്നെ സഹായിക്കണേ, ഇത് കരിഞ്ഞു പോകാതെ, അല്ലെങ്കിൽ ഇതിന് ഉപ്പ് കൂടി പോകാതിരിക്കാനും മല്ലിയും മുളകും കുറഞ്ഞു പോകാതിരിക്കാനും ഒക്കെ കർത്താവ് എന്നെ സഹായിക്കണമേ. നമ്മളിപ്പം വീട് വൃത്തിയാക്കുന്നു, അത് കർത്താവ് ഇത് തുടങ്ങാനും കർത്താവിൻ്റെ കൂടെ തന്നെ ചെയ്യാനും കർത്താവിൻ്റെ നാമത്തിൽ തന്നെ പൂർത്തിയാക്കാനും എന്നെ സഹായിക്കണേ. നമ്മുടെ പാടത്തും പഴമ്പത്ത് കിളയ്ക്കുന്നു, എന്തെങ്കിലും ചെടി നടുന്നു, അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നു, എല്ലാം തുടക്കവും ഒടുക്കവും എല്ലാം കർത്താവാണ്. നമ്മുടെ ജീവിതത്തിൽ അതൊരു എന്താ റേമയായിട്ട് മാറണം. കർത്താവ് നമ്മുടെ ഒരു ജീവിത സാഹചര്യങ്ങളിലും ഐ ആം ദ ആൽഫ ആൻഡ് ഒമേഗ, ഇറ്റ് ഇസ് ഫിനിഷ്ഡ്, ഇറ്റ് ഇസ് ഡൺ. നമ്മൾ ആ വെളിപാട് 21:6 ഒരു വർഷം മുമ്പ് എന്നോട് കർത്താവ് അതൊരു വലിയൊരു അതിനു മുമ്പ് എനിക്ക് സമാധാനം ഇല്ലായിരുന്നു എന്നുള്ളതല്ല, എന്നാൽ അങ്ങനെ ഒത്തിരി പ്രഷറിലൂടെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ ഉള്ള ഒരു സമയത്ത് കർത്താവിൻ്റെ ആശ്വാസം, കർത്താവിൻ്റെ ഒരു സമാധാനം. അതിനിടയ്ക്കായിരുന്നു എൽഡേഴ്സ് മീറ്റിംഗ് അവിടെ കോട്ടയത്തുണ്ടായിരുന്നു. അപ്പം അതും കഴിഞ്ഞിട്ട് അതിൻ്റെ പിറ്റേ ആഴ്ചയായിരുന്നു ഈ ഒരു ഹൗസ് ഡെഡിക്കേഷനൊക്കെ നടന്നത്. അപ്പോൾ ഒരു വർഷക്കാലം ആ ഒരു സമയത്ത് കർത്താവ്, ഇറ്റ് ഇസ് ഫിനിഷ്ഡ്, കർത്താവിൻ്റെ കണ്ണിലെല്ലാം തീർന്നിരിക്കുന്നു, ഇതെല്ലാം സഹായിക്കും. നമ്മളെ കർത്താവിനോട് ചേർന്നിരുന്നാൽ മതി. നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ അത് ഒരു കർത്താവാണ് എനിക്ക് ആൽഫയും ഒമേഗ എന്ന്
നമുക്കതൊരു നിത്യ യാഥാർത്ഥ്യമായിട്ട് തീർക്കട്ടെ. ഞാൻ ഇത്രയും അത് കൂടുതൽ കൂടുതൽ പറഞ്ഞത് ഒരിക്കലും റെപ്പറ്റീഷൻ അല്ലെന്ന് എനിക്കറിയാം. പക്ഷെ അത് നമ്മൾക്ക് അത് അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് ആ വാക്യമായി തീരട്ടെ. വെളിപാട് 1:8, 17, 21:6, ഇപ്പൊ നമ്മൾ 22:13. എന്താ വായിച്ചത്? ജീസസ് ഇസ് ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ്, ഹി ഇസ് ദ ആൽഫ ആൻഡ് ദ ഒമേഗ. കർത്താവാണ് ആൽഫയും ഒമേഗ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, നന്ദി കർത്താവേ, നന്ദി. അവിടുന്ന് ആൽഫയും ഒമേഗയായിട്ട്, വിശ്വാസ നായകനും പൂർത്തി വരുത്തുന്നതിനുമായിട്ട് ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനായിട്ട് ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ. ഞങ്ങൾ എത്ര ഭാഗ്യവാന്മാരാണ്. ഇത്ര വലിയൊരു ദൈവത്തെ ഞങ്ങൾക്ക് ആൽഫയും ഒമേഗയായിട്ട്, തുടക്കക്കാരനും പൂർത്തി വരുത്തുന്നതിനുമായിട്ട് അവിടുന്ന് കൂടെ ഉണ്ടല്ലോ കർത്താവേ. ഞങ്ങളുടെ ഈ ആത്മീയ ജീവിതം ഞങ്ങൾ കർത്താവേ അങ്ങയിൽ തുടക്കം കുറിച്ചു. അങ്ങാണ് ഞങ്ങളിൽ ഈ ഒരു ആത്മീയത കർത്താവേ ഞങ്ങൾക്ക് ജീവന്റെ ഒരു തുടക്കം തന്നത്. അത് സമൃദ്ധിയായ ജീവനിലേക്ക് നടത്തി അത് അവിടുത്തെ വരവോളം ഞങ്ങളുടെ അവസാന നാൾ വരെയും അത് ഏറ്റവും നല്ലതായിട്ട് തീർക്കുവാനും കർത്താവേ അങ്ങേക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. ഞങ്ങളെക്കാട്ടിൽ എത്രയോ ശക്തരും ഭക്തരുമായിട്ടുള്ളവരൊക്കെ ഈ പോർക്കളത്തിൽ വീണ് താളടിയായിപ്പോയി. വിശ്വാസത്തിൽ വീണു പോയവരും തെറ്റായ ഉപദേശങ്ങളിലോട്ട് പോയവരും മറുതലിച്ച് പോയവരും അങ്ങനെ പല പല എത്രയോ പേരാണ്. ഞങ്ങൾ അവരാരെയും വിധിക്കാനോ കല്ലെറിയാനോ ഞങ്ങൾ ആരുമല്ല. അവരെക്കാട്ടിലും മോശമായിട്ടുള്ളൊരു ജഡമാണ് കർത്താവേ. ഒരു യാതൊരു നന്മയില്ലാത്ത ജഡമാണ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ളത്. കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. അവിടുന്ന് തന്നെ ആൽഫ ഒമേഗയായിട്ട് ഞങ്ങളോട് കൂടി ഇരിക്കണേ കർത്താവേ. ഇതൊരു ജസ്റ്റ് ഒരു ബൈബിൾ സ്റ്റഡി ആയിട്ട് ഞങ്ങൾ എന്തോ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കുറച്ച് വാക്യങ്ങളൊക്കെ കേട്ടു എന്ന് പറഞ്ഞു പോകാനല്ല, മറിച്ച് കർത്താവേ, ഞങ്ങളുടെ ആൽഫ ഒമേഗയായിട്ട് അങ്ങായിരിക്കുമ്പോൾ അവിടുത്തെ വരവിൻ്റെ നാട്ടിൽ അങ്ങയുടെ തിരുമുഖത്തേക്ക് ആ സ്നേഹമിശ്രണമായ തൃക്കണ്ണുകളിലേക്ക് ഞങ്ങൾ നോക്കുമ്പോൾ അന്ന് ഞങ്ങൾക്ക് ലജ്ജിക്കേണ്ടി വരികയില്ലല്ലോ കർത്താവേ. അവിടുന്ന് ഒമേഗയായിട്ട് അത് പൂർത്തീകരിക്കുന്ന കർത്താവാണല്ലോ. അതിനായിട്ട് ഞങ്ങളെ സഹായിക്കണേ കർത്താവേ. അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളിലൂടെ, ഞങ്ങളിലൂടെയും അവിടുന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെല്ലാം കർത്താവേ ഞങ്ങളോട് ചെയ്തു തീർക്കണം കർത്താവേ. അതൊരു പാതി വെന്ത ഒരു കേക്ക് പോലെ, പാതി വെന്ത ഒരു ദോശ പോലെ അത് കർത്താവേ അരോചകമായിട്ടിരിക്കാതെ, മറിച്ച് കർത്താവേ അങ്ങേക്ക് ഏറ്റവും സ്വീകാര്യമായ ഒരു ദഹനയാഗഭോജനമായിട്ട്, അതെ കർത്താവേ, ഒരു സ്വീറ്റ് അറോമയായിട്ടായി തീരുവാൻ, ഞങ്ങളുടെ ജീവിതമായി തീരുവാൻ കർത്താവേ, സ്വരൂപവാസനയായിട്ടായി തീരുവാൻ കർത്താവേ ഞങ്ങളതിന് തരുന്നു. അവിടുത്തെ ആത്മാവിൻ്റെ അഗ്നിയാൽ ഞങ്ങൾ ഓരോരുത്തരും നിറയ്ക്കണം. ഞങ്ങളുടെ ചെറുപ്പക്കാരെയും കുഞ്ഞുങ്ങളെയും എസ്പെഷ്യലി ഒന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ആത്മാവിൻ്റെ അത്യന്ത ശക്തിയാൽ ഞങ്ങളെ നിറച്ചാട്ടെ. വചനത്തിൽ വീരുവാനും വചനത്തിനായിട്ടുള്ളൊരു ദാഹം ഞങ്ങൾക്ക് തന്നാട്ടെ. ബെരോവിലെ വിശ്വാസികളെ പോലെ വചനം എല്ലാ ദിവസവും തിരുവഴുത്തുകളെ പരിശോധിച്ച് അങ്ങനെ തന്നെയോ എന്ന് ഉറപ്പ് വരുത്തുന്നവരാകുവാൻ, വചനത്തിന് ആഴങ്ങളിലേക്ക് ഊളിയിടുവാൻ ഞങ്ങളെ സഹായിക്കണം കർത്താവേ. ഞങ്ങളിൽ അവിടുന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന രൂപാന്തരം, ഞങ്ങൾ യേശുക്രിസ്തുവിനെ പോലെ അനുരൂപപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ ഞങ്ങളിലൂടെ മറ്റുള്ളവർക്ക് എവിടെയൊക്കെ ഞങ്ങൾ ആർക്കൊക്കെ അനുഗ്രഹമാകി തീരണോ അതെല്ലാം, അവിടുത്തെ പദ്ധതികൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം പൂർത്തീകരിക്കാൻ തക്കവണ്ണം കർത്താവെ അവിടുത്തെ കരങ്ങളെ കെട്ടാതെ കർത്താവെ വിശ്വാസത്തോടെ അവിടുന്ന് ഒമേഗയാണെന്ന് കണ്ട് അവിടുന്ന് എല്ലാം പൂർത്തീകരിക്കും എന്നുള്ളത് അറിഞ്ഞ് ഞങ്ങളുടെ സ്വയത്തിൻ്റെ ഒരു കർത്താവെ ഒരു അഴുക്കുള്ള കരങ്ങൾ അവിടെ അതിൽ കലർത്താതെ അങ്ങക്ക് സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു തരുവാനും ജീവനദിയിൽ കർത്താവെ ടു ഹാവ് എ ഫീറ്റ് ഓഫ് ദ ഗ്രൗണ്ട്, ആ ഒരു ഭൂമിയിൽ നിന്ന് കാലുകൾ പറിച്ചെടുക്കപ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ ഒഴുക്കിനനുസരിച്ച് മുമ്പോട്ട് പോകാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിച്ചാട്ടെ. നന്ദി കർത്താവേ, നന്ദി. പ്രാർത്ഥന കേട്ടതിനെ അത് സ്തുതിക്കുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദിയല്ലേ യേശുവിൻ്റെ വിലയേറിയ മധുരമുള്ള നാമത്തിൽ തന്നെ. ആമീൻ.